السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമളാൻ അതിൻ്റെ പകുതിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ വളരെയധികം പുണ്യമുള്ള, കഴിഞ്ഞതിനേക്കാൾ മഹത്വമുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധയും അതേപോലെ തന്നെ ജാഗ്രതയും ഉണ്ടാകണമെന്ന് എല്ലാവരെയും സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹദീസുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അഥവാ സുന്നത്തുകളുമാണ്. ലോകത്ത് ഇന്ന് ഏറ്റവും അധികം പഠിച്ചുകൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുകളുമാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ പ്രമാണങ്ങൾ മനുഷ്യകരങ്ങളിൽ നിന്ന് മുക്തമാണ്. മനുഷ്യകരങ്ങളുടെ ഒരു ചാപല്യവും ഒരു വൈകല്യവും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് അവതീർണമായതും അല്ലാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണമുള്ളതുമാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിലെ 42-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അതൊന്ന ഒരു വിധേനയും അതിലേക്ക് ബാത്തിൽ കലരുകയില്ല. തൻസീലുൻ മിൻ ഹക്കീമിൻ ഹമീദ്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്, ഹക്കീമായ ഹമീദായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവതീർണമായതാണ്. അതുപോലെ സൂറത്ത് ഹിജ്റിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ ദിക്റിനെ അഥവാ വിശുദ്ധ ഖുർആനെ അഥവാ അതിൻ്റെ വിശദീകരണമായ പ്രവാചകന്റെ സുന്നത്തുകളെയും നാം ഇറക്കിയതാണ്, നാം അതിനെ സംരക്ഷിക്കും. ഈ ഒരു അവകാശവാദം വിശുദ്ധ ഖുർആനിന് മാത്രമാണ് നിലവിലുള്ളത്, അതിൻ്റെ വിശദീകരണമായ പ്രവാചകന്റെ ഹദീസുകൾക്കും. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു വള്ളി പുള്ളി വ്യത്യാസം വിശുദ്ധ ഖുർആന് വന്നിട്ടില്ല എന്നുള്ളത്. അത് വളരെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഞാൻ 2 ഉദാഹരണം പറയാം. ഒന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹയിലെ 69-ാമത്തെ ആയത്ത് നമ്മൾ മുസ്ഹഫ് നോക്കി പിന്നീട് മറിച്ച് നോക്കിയാൽ കാണാം.
അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹു അവിടെ പറയുന്നത്. അതിൽ വൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സനഉ ഇന്നമാ സനഉ കൈദു സാഹിരിൻ വലാ യുഫ്ലിഹു സാഹിറു ഹൈതു അത. ഇതാണ് ആയത്ത്. ഈ ആയത്തിന്റെ അർത്ഥത്തിലേക്കല്ല ഞാൻ പോകുന്നത്. അതിന്റെ എഴുത്ത് നിങ്ങൾ മുസ്ഹഫിൽ പരിശോധിച്ചാൽ കാണാം. അവിടെ ഒരു ആയത്തിൽ തന്നെ സാഹിർ എന്ന പദം 2 തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഇന്നമാ സനഉ കൈദു സാഹിരിൻ വലാ യുഫ്ലിഹു സാഹിറു ഹൈതു അത. പക്ഷെ ആ ഒരേ ആയത്തിൽ ഒരു പദം ആവർത്തിച്ചു വന്നപ്പോഴും 2 രീതിയിലാണ് ആ സാഹിർ എന്ന പദം എഴുതപ്പെട്ടിട്ടുള്ളത്. ആദ്യത്തെ സാഹിർ എന്ന് പറഞ്ഞാൽ സീനും ഹാവും കൂട്ടിയിട്ടാണ് എഴുതിയിട്ടുണ്ടാകുക. രണ്ടാമത്തെ സാഹിറിന് അലിഫിട്ടിട്ടാണ് എഴുതിയിട്ടുണ്ടാകുക. ഈ എഴുത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആന്റെ പതിപ്പുകളുടെ എണ്ണം അഥവാ നുസ്ഖ എടുത്തുകൊണ്ട് 8ഓളം കോപ്പികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊടുത്തയച്ചപ്പോൾ എഴുതിയ എഴുത്ത് എന്താണോ അതേ എഴുത്താണ് നമ്മുടെ മുസ്ഹഫിലുള്ളത്. ആ എഴുത്ത് എവിടെ നിന്ന് കിട്ടിയതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബത്ത് മുസ്ഹഫിൽ എഴുതി വെച്ച രൂപം തന്നെയാണ്. അതാണ് പിന്നെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചു. അത് പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു. അത് പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂടുതൽ കോപ്പികൾ എടുത്ത് നാടുകളിലേക്ക് എത്തിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ് ആദ്യത്തെ സാഹിറിന് അലിഫിടാതെയും രണ്ടാമത്തെ സാഹിറിന് അലിഫിട്ടും എഴുതിയത്? അവിടെ ആദ്യത്തെ സാഹിർ എന്നുള്ളിടത്ത് 2 രീതിയിൽ പ്രവാചകൻ ഓതിയിട്ടുണ്ട്. വല ഇന്നമാ സനഉ കൈദു സാഹിരിൻ എന്നും ഓതിയിട്ടുണ്ട്, കൈദു സിഹ്രിൻ എന്നും ഓതിയിട്ടുണ്ട്. അപ്പൊ 2 രീതിയിലും നമുക്ക് ഓതാൻ കഴിയുന്ന രീതിയിലാണ് വിശുദ്ധ ഖുർആനിലെ മുസ്ഹഫിന്റെ എഴുത്തുള്ളത്. അപ്പോൾ 14 നൂറ്റാണ്ട് കാലം കഴിഞ്ഞു നമ്മുടെ ഈ ഉമ്മത്തിന്. ഒരു മനുഷ്യൻ പോലും ഇതെന്താണ് ഒരു പദം ഒരായത്തിൽ 2 രൂപത്തിൽ എഴുതിയിട്ട് 2നും അലിഫിടുക അല്ലെങ്കിൽ 2നും അലിഫ് ഒഴിവാക്കുക ചിന്തിക്കൂല. ആ ഒരു അലിഫിൽ പോലും ഖുർആനിന്റെ മുഅ്ജിസത്തുണ്ട്. നമുക്കറിയാം മാലിക് യൗമിദ്ദീൻ എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്താണ്. മീമും ലാമും കൂട്ടിയിട്ടാണ്. ശരിക്കും മാലിക് എഴുതുമ്പോൾ മീമിന് ശേഷം അലിഫിട്ടിട്ടാണ് എഴുതുക. പക്ഷെ മുസ്ഹഫിൽ അലിഫിടൂല. അതെന്തുകൊണ്ട് അലിഫിടൂലെന്ന് ചോദിച്ചാൽ അവിടെ മുസ്ഹഫ് അല്ലാത്ത സ്ഥലങ്ങളിൽ അലിഫിടുമ്പോൾ മുസ്ഹഫിൽ അലിഫിടാത്തത് റസൂൽ 2 രീതിയിൽ ഓതിയിട്ടുണ്ട്. മലിക് യൗമിദ്ദീൻ എന്ന് ഓതിയിട്ടുണ്ട്, മാലിക് യൗമിദ്ദീൻ. 2 രീതിയിലും ഓതാൻ പറ്റുന്ന രൂപത്തിലാണ് മുസ്ഹഫിന്റെ എഴുത്തുള്ളത്. അത്രയും എന്ന് പറഞ്ഞാൽ ഒരു അലിഫിൽ പോലും വ്യത്യാസമില്ലാത്ത രീതിയിൽ ഖുർആൻ അല്ലാഹ് സംരക്ഷിച്ചിട്ടുണ്ട്. ഇന്നും അതുണ്ട്. ഇതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്നുള്ളത്. എങ്ങനെയാണ് പ്രവാചകന്റെ ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകൾ പറയുമ്പോൾ സഹാബത്ത് 2 രീതിയിലാണ് അതിനെ സംരക്ഷിച്ചിട്ടുള്ളത്. ഒന്ന് ബൈ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹിഫ്ളാക്കിയിട്ട്, 2 ബൈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എഴുത്തിലൂടെ. എഴുത്തിലൂടെയും ഹൃദ്യസ്ഥമാക്കിയുമാണ് പ്രവാചകന്റെ സഹാബത്ത് ഹദീസുകളെ സംരക്ഷിക്കും. ഖുർആനും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ അവർ എഴുതി വെക്കും, പ്ലസ് ഹിഫ്ളാക്കും. ഇതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും എഴുതി വെച്ചു. ആ എഴുതി വെച്ചത് സഹാബത്തിൽ നിന്ന് താബികൾ പഠിച്ചു. അപ്പൊ എഴുതി വെച്ചതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് കേട്ടു. ആ സഹാബത്തിൽ നിന്ന് താബികൾ കേൾക്കുക, താബിങ്ങളുടെ പേര് തബഅത്താബിങ്ങൾ കേൾക്കുക. ഇങ്ങനെ പരമ്പരയായിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ കൈകളിലുള്ള എല്ലാ ഹദീസുകളും നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ മഹാൻ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാം, ബൈനനാ വബൈനൽ ഖൗമി അൽ ഖവാഇ. നമ്മുടെയും മറ്റു സമുദായങ്ങളുടെയും ഇടയിൽ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മത്ത് എന്ന് പറയപ്പെടുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ജൂതന്മാർ. ഈസാ നബിന്റെ ഉമ്മത്ത് എന്ന് പറയപ്പെടുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ. പക്ഷെ ക്രിസ്ത്യാനികളുടെ കൈവശമുള്ള ബൈബിളിലെ ഒരു വാചകം പോലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരേക്കുമുള്ള പരമ്പരയിലൂടെ മുട്ടിക്കാനോ ചേർത്ത് പറയാനോ ലോകത്ത് ഒരു ക്രിസ്ത്യാനിക്കും ഒരു കാലത്തും കഴിഞ്ഞിട്ടില്ല. അത് സാധിക്കില്ല.
അതേ സമയത്ത് അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഇവിടെ ഞാൻ ഓതുന്ന ഒരു ആയത്ത്, ആ ആയത്തിൻ്റെ പരമ്പര, ഈ ആയത്ത് ഞാൻ കേട്ടത് ഇന്നയാളിൽ നിന്നാണ്, ഇന്നയാൾ നിന്ന് കേട്ടു, അത് ഇന്നയാളിൽ നിന്ന് കേട്ടു, അങ്ങനെ പരമ്പരയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കും മുട്ടിക്കാൻ സ്വഹീഹായ പരമ്പരകൾ നമ്മുടെ കൈവശമുണ്ട്. ഇതേപോലെ തന്നെ ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നൊരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ആ ഹദീസ് എനിക്ക് പഠിപ്പിച്ച എൻ്റെ ഉസ്താദുണ്ട്, ആ ഉസ്താദിൻ്റെ ഉസ്താദുണ്ട്. അങ്ങനെ ഏകദേശം കുറച്ച് തലമുറ കൃത്യമായി കൊണ്ട് പറഞ്ഞാൽ ഏകദേശം ഒരു 20-21 ഉസ്താദുമാർ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബുഖാരിയിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്ന പരമ്പരകൾ ഇന്നുണ്ട്. ഇത് ഈ ഉമ്മത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് അബ്ദുല്ലാഹി മുബാറക് പറയുന്നത്, നിങ്ങളുടെ ഉമ്മത്തിലേക്ക്, ഈ ക്രിസ്ത്യാനി സമുദായത്തിലേക്കും അതുപോലെ തന്നെ ജൂത സമുദായത്തിലേക്ക് സാധാരണ പറയാറുണ്ട്, അച്ഛൻ പറഞ്ഞാൽ അച്ചായന് മതം എന്നാണ്. പക്ഷേ മൂല്യാര് പറഞ്ഞ മുസ്ലിമിന് മതാവില്ല. അങ്ങനെ ചില പുരോഹിതന്മാരുണ്ടാക്കുന്നുണ്ട് തഖ്ലീദോടെ, പക്ഷെ അത് മതാവില്ല. മതമാകണമെങ്കിൽ അത് ഖുർആനും സുന്നത്തുണ്ടാണ്. ആ ഖുർആനും സുന്നത്തുണ്ടാണെങ്കിൽ എങ്കിൽ വേണം ഒക്കെ സനദിലൂടെ വരണം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി മുബാറക് പറഞ്ഞത്, നിങ്ങളുടെയും ഞങ്ങളുടെയും നമ്മൾ വ്യത്യാസം വെച്ചാൽ സനദ. എന്തിനു സനദ? ഇപ്പൊ നമ്മൾ നിസ്കരിച്ചുകൂടെ? നമസ്കരിച്ചു. ആ ലോറ് എങ്ങനെ നമസ്കരിച്ചു നമുക്ക് എവിടുന്ന കിട്ടിയത്? ജിബിലൊന്നും പഠിപ്പിച്ചല്ലോ, ഹദീസിലൂടെ ഉണ്ട്. ആ ഹദീസ് എവിടുന്ന് കിട്ടി? ആ ഹദീസ് കുറ്റമറ്റ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് എത്തുന്ന പരമ്പരകൾ നമ്മുടെ കൈവശമുണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ നിസ്കാരം. എന്തുകൊണ്ടാണ് നമ്മൾ തസ്ബീഹ് നിസ്കരിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ മിറാജ് നോമ്പ് നോൽക്കാത്തത്? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ബിദ്അത്ത് നോമ്പുകൾ നോൽക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ നബിദിനം കഴിക്കാത്തത്? സമൂഹത്തിൽ ഇല്ലാത്തതുകൊണ്ടല്ല, ഖുർആനും സുന്നത്തിലും ഇല്ലാത്തതുകൊണ്ടാണ്. ഖുർആനും സുന്നത്തിലും ദുർബലമായ ഖുർആനും സുന്നത്തിലും ഉണ്ടായ മാത്രം സുന്നത്തിൽ ദുർബലമായതുണ്ടായ സ്വീകരിക്കൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് എത്തുന്ന പരമ്പര വേണം. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ ഒരു മുസ്ലിയാർ റസൂലുള്ളാഹിന്റെ മുടിയെന്ന് പറഞ്ഞിട്ടൊരു ഒരു കുതിരവാല് പോലത്തെ മുടിയുണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേന്ന് അല്ല നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ കഴിയുന്നുണ്ടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എല്ലാം സനദിലൂടെയാണ് ചേർക്കപ്പെട്ടത്. അതുകൊണ്ടാണ് സുഫിയാൻ സൗരി പറഞ്ഞ ഇസ്നാദ് സിലാഹുൽ മുഅ്മിൻ. സനദ് എന്ന് പറഞ്ഞാൽ അത് ഈ മുഅ്മിനിന്റെ ആയുധമാണ്. എന്ത് ബിദ്അത്ത് ഉണ്ടെങ്കിലും നമ്മളെന്താ ചെയ്യുക? റസൂലുള്ളാഹി ചെയ്തോ, സഹാബത്ത് ചെയ്തോ, തെളിവുണ്ട്. അതാ നമ്മുടെ ആയുധം. കൂട്ടു പ്രാർത്ഥന എല്ലാ പള്ളിയിലും നടക്കുന്നുണ്ട്. 5 വക്ത് നടക്കണ ബിദ്അത്ത. എന്താ മുജാഹിദ് പള്ളി നടക്കാത്ത? നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാഞ്ഞിട്ടാ? അല്ലെങ്കിൽ ഇമാമക്കണ മൂല്യമാർക്ക് ഒരു റബ്ബനാത്തിന ദുനിയ അറിയാനിട്ടോ അല്ലെങ്കിൽ ഉറക്കെ പ്രാർത്ഥിക്കാൻ അറിയാഞ്ഞിട്ടല്ലോ. എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല? അത് ദീനല്ല. എന്തുകൊണ്ട് ദീനല്ല? ഹദീസിലില്ല, സനദില്ല. എല്ലാം സനദിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതാണ് ഈ ഹദീസിന്റെ ഏറ്റവും വലിയ. അത് വിശുദ്ധ ഖുർആനിന് സനദുണ്ട് കേട്ടോ, ഹദീസുകൾക്ക് മാത്രമല്ല. നിങ്ങൾ മദീനന്നൊക്കെ പ്രിന്റ് ചെയ്യുന്ന മുസ്ഹഫ് എടുത്ത് പരിശോധിച്ചൊക്കെ കാണാം. ആ മുസ്ഹഫിന്റെ ആദ്യ ഭാഗത്ത് ആ മുസ്ഹഫിന്റെ സനദ് കൊടുത്തിട്ടുണ്ടാവും. ഈ മുസ്ഹഫ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വരേക്കും എത്തുന്ന സനദ് എല്ലാ മദീനന്നൊക്കെ പ്രിന്റ് ചെയ്യുന്ന എല്ലാ മുസ്ഹഫിന്റെയും 1-ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ടാവും, അതിന്റെ അവസാനത്തെ ഭാഗത്തുള്ള. അപ്പൊ ഈ ഉമ്മത്തിന്റെ പ്രത്യേകത തന്നെ അതാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി മുബാറക് വീണ്ടും പറഞ്ഞ ഇസ്നാദു ബിദ്ദീൻ വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. ഈ ഉമ്മത്ത് നിലനിൽക്കുന്ന തന്നെ സനദിലൂടെയാണ്. ആ സനദില്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അൽ ഇസ്നാദു മിൻ ഖസാഇസി ആദിൽ ഉമ്മ. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് സനദ്. അവിടെ അദ്ദേഹം നിർത്തിയില്ല. മാത്രമല്ല വഹു മിൻ ഖസായിസിൽ ഇസ്ലാം, അത് ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. മാത്രമല്ല ഹുവ ഫിൽ ഇസ്ലാമി മിൻ ഖസായിസി അഹ്ലുസ് സുന്ന. ഇസ്ലാമിന്റെ പ്രത്യേകതയാണ് സനദ്. ഈ ഇസ്ലാമിന്റെ ഉള്ളിൽ അഹ്ലുസ് സുന്നയുടെ പ്രത്യേകതയാണ് സനദ്. കാരണം എന്താ? സനദിലുള്ളതും സ്വഹീഹായതും മാത്രമേ അഹ്ലുസ് സുന്ന സ്വീകരിക്കൂ. ബാക്കിയുള്ളവർക്ക് കാലകീലകളും ഏക് ബുസുർഗിനെ കഹ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞിരിക്കുന്നു, ഇന്ന ബദറിന്റെ ദിവസമൊക്കെ വരാൻ പോവാണല്ലോ, ബദർമാലിലേക്കുള്ള റവിയ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ കള്ളക്കഥകളാണ്!
സ്വപ്നത്തിൽ വന്ന അർത്ഥകഥയും അതുപോലെ തന്നെ ബദരീങ്ങളെ പേരെഴുതി വെച്ചപ്പം അസ്മാഉൽ ബദരീങ്ങൾ പേരെഴുതി വെച്ചപ്പോൾ ആ വീട്ടിലേക്ക് കള്ളന്മാർ വന്നു. അപ്പോൾ ഭയങ്കര യുദ്ധം നടക്കണുണ്ട്, വാളിൻ്റെ ഒച്ച കെട്ടു, കള്ളന്മാർ തിരിച്ചുപോയി. ഇതൊക്കെയാണ് നമ്മൾ റമദാൻ മാസത്തിൽ ഖുർആൻ ഓതണതിൻ്റെ പകരം നമ്മൾ ഖൗം ഓതണ കഥ. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ ഈ ഇസ്ലാമിൻ്റെ ഉള്ളിൽ സനദ് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ പ്രത്യേകതയാണ്. അതേസമയത്ത് സൂഫികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കള്ളക്കഥകൾ, സ്വപ്നങ്ങൾ, അതുപോലത്തെ അവരുടെ പണ്ഡിതന്മാരെ ഖൗലുകൾ, ഇതൊക്കെയാണ് അവർക്ക് തെളിവുണ്ടാക്കുക. പക്ഷെ അഹ്ലുസുന്നക്ക് അതല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയം സ്വീകരിച്ചവർ, ഇസ്ലാമിന്റെ യഥാർത്ഥ പ്രൊമോട്ടർമാർ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ എന്തൊക്കെ മഹത്വങ്ങളുണ്ടോ, ഇസ്ലാമിന്റെ എന്തൊക്കെ മേന്മകളുണ്ടോ, അതൊക്കെ അഹ്ലുസുന്നക്കും നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതോ ചെയ്തതോ അംഗീകരിച്ചതോ അതല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യാൻ കഴിയാത്തതോ, ഈ 4 എണ്ണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അൽ മുസ്ലിം മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി എന്ന് പറഞ്ഞ ഹദീസുകൾ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ നമുക്കറിയാം. പ്രവാചകൻ ചെയ്ത കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. എങ്ങനെ നിസ്കരിച്ചു? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുത്തതുപോലെ നിസ്കരിച്ചു. എന്നിട്ട് പ്രവാചകൻ മിമ്പറിൽ വെച്ചുകൊണ്ടാണ് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തത്. എന്തിനാ മിമ്പർമ കയറിയത്? എല്ലാവരും കാണാൻ വേണ്ടി. എന്ന് പറഞ്ഞു സല്ലൂ കമാ റഅയ്തൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. പ്രവാചകൻ ഹജ്ജത്തുൽ വദാഇൽ ഹജ്ജിന് പോകുമ്പോൾ റസൂൽ പറഞ്ഞു ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മം എന്നിൽ നിന്ന് സ്വീകരിക്കണം. വുളു എടുത്ത് കാണിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞു മൻ തവല്ലഅ നഹവ വുളൂഹി ഹാദാ, ഇന്റെ ഇതുപോലെ ആരെങ്കിലും വുളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. അപ്പൊ എല്ലാം പ്രവാചകൻ ചെയ്ത് കാണിച്ചു കൊടുത്തു. ചില കാര്യങ്ങൾ പ്രവാചകൻ അംഗീകരിക്കും, യെസ്സും പറയില്ല നോവും പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണിനോട് ചോദിച്ചല്ലോ, ഐനല്ലാഹ്, അല്ലാഹു എവിടെയാണ്? ആ പെണ്ണ് ഫിസ്സമ, ആകാശത്തേക്ക് വരഞ്ഞു ചൊല്ലി. നബി ഒന്നും പറഞ്ഞില്ല. നബി അതിനെ അംഗീകരിക്കുക, ആ ചോദ്യത്തെ ഉത്തരത്തെ അംഗീകരിക്കുക ചെയ്തത്. ഖുർആനിലും സുന്നത്തിലൊക്കെ സൂചനകൾ അല്ലെങ്കിൽ വ്യക്തമായി വന്ന കാര്യമാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് തന്നെ സഹാബത്ത് ഉടുമ്പിന്റെ മാംസമൊക്കെ ഭക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്നില്ല. എന്നെ തിന്നണ്ടെന്നും പറഞ്ഞില്ല, തിന്നോളൂ എന്നും പ്രവാചകൻ കൂടി പറഞ്ഞില്ല, ഒന്നും മിണ്ടില്ല. അപ്പൊ അതിൻ്റെ അർത്ഥം ഹലാലാണ്, അത് അനുവദനീയമാണ്. അതേ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന് ആഗ്രഹമുണ്ടായി പ്രവർത്തിക്കാൻ, എന്നാൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ മുഹറം 9 നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ 9 നോമ്പ് നോൽക്കും. പക്ഷെ പ്രവാചകൻ അടുത്ത വർഷം ജീവിച്ചില്ല. പക്ഷെ അത് സുന്നത്താണ്. അതേപോലെ പ്രവാചകന്റെ ശാരീരിക വിശേഷണം, ഖൽഖിയായിട്ടുള്ള വിശേഷണങ്ങൾ, പ്രവാചകന്റെ നീളം, റസൂലുള്ളാഹിന്റെ മുടി, റസൂലുള്ളാഹിന്റെ താടി, റസൂലുള്ളാഹിന്റെ മുഖം, റസൂലുള്ളാഹിന്റെ ഭംഗി, പ്രവാചകന്റെ നടത്തം, ഇതൊക്കെ ഹദീസാണ്. അതുപോലെ തന്നെ പ്രവാചകന്റെ സ്വഭാവ ഗുണവിശേഷണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനായിരുന്നു, റസൂലുള്ളാഹി അൽ അമീനായിരുന്നു, കളവ് പറയാത്ത ആളായിരുന്നു, അങ്ങാടിയിൽ കച്ചറുണ്ടാക്കാത്ത ആളായിരുന്നു, വളരെ മാന്യമായി സംസാരിക്കുക, അധികമായിക്കൊണ്ട് പൊട്ടിച്ചിരിക്കാത്ത ആളായിരുന്നു. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ സ്വഭാവം. ഇതെല്ലാം ഹദീസാണ്, ഇതെല്ലാം ദീനുമാണ്. എല്ലാത്തിനും നമുക്ക് മാതൃക ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നടന്നു നമുക്ക് മാതൃക ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഭക്ഷണം കഴിച്ചു മാതൃക ഉണ്ട്. പ്രവാചകൻ എന്തൊക്കെ അംഗീകരിച്ചു മാതൃക ഉണ്ട്. പ്രവാചകൻ എന്തൊക്കെയാണ് പറഞ്ഞത് എല്ലാത്തിനും നമുക്ക് മാതൃക ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകനുമായി കൊണ്ട് ചേർക്കപ്പെടുന്ന എല്ലാം ദീനാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ചേർക്കപ്പെടുന്ന ഏത് കാര്യത്തിനും മറ്റുള്ളവരിലേക്ക് ചേർക്കപ്പെടുന്ന പോലെയല്ല സൂക്ഷ്മത ആവശ്യമുണ്ട്. നബി എന്ത് ചെയ്തു എന്ന് വെറുതെ പറയാൻ പറ്റൂല. റസൂൽ പറഞ്ഞു വെറുതെ പറയാൻ പറ്റൂല. പ്രവാചകനെ അംഗീകരിച്ചു എന്ന് വെറുതെ പറയാൻ പറ്റൂല, തെളിവാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസിലും ദീന് സ്വീകരിക്കണമെങ്കിൽ നല്ല സൂക്ഷ്മത കാണിക്കണം. കാലഖീലകൾ ദീൻ തെളിവല്ല, പ്രത്യേകിച്ചും പ്രവാചകനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ.
യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅക്കും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. വിശ്വാസികളെ, ഒരു ഫാസിഖ് നിങ്ങളുടെ അടുക്കൽ വല്ല വാർത്തയുമായി വന്നാൽ നിങ്ങളത് അന്വേഷിക്കണം. തന്നെ ഉണ്ടോ? എന്നാ ശരി, അങ്ങനെ ദീനിലില്ല. അതൊക്കെ ഇവിടെ വേങ്ങരങ്ങാടിയിൽ കള്ളം കയറി എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ചെറൂര് ഒരാൾ മരിച്ചെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് കേൾക്കാതെ അത് വിശ്വസിക്കാം. പക്ഷെ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു പറഞ്ഞാൽ അന്വേഷിക്കണം. ആരോട് എപ്പോ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞ ആളുകൾ സത്യസന്ധന്മാരാകണം. സത്യസന്ധന്മാർ മാത്രം പോലെ നല്ല നമ്മളെ കാലത്തൊന്നും റസൂലുള്ളാഹി സുബ്ഹാനഹു വ തആല ഈ ദൗത്യം ഏൽപ്പിക്കാതെ നമ്മളൊന്നും ഈ പണിക്ക് പറ്റാത്തതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അള്ളാഹിന്റെ ദീനൊക്കെ അള്ളാഹ് നമ്മളൊന്നും ജനിക്കണതിന്റെ എത്രയോ നമ്മളെ വാപ്പാരൊക്കെ ജനിക്കണതിന്റെ എത്രയോ മുമ്പോടെ അള്ളാഹ് നല്ല നല്ല മനുഷ്യന്മാരെ ജീവിപ്പിച്ച് ഇവിടെ ഈ ദീന് സംരക്ഷിച്ച് നമ്മളെ കയ്യിൽ ഇങ്ങനെ പൊതിഞ്ഞെടു തിന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറച്ചു വെക്കണ പണിയുള്ളൂ. കാരണം നമ്മളൊന്നും ഈ പണിക്ക് പറ്റൂല. കാരണം ഒന്ന്, ദീന്റെ വിഷയത്തിൽ നമുക്ക് ഈമാൻ കുറവാണ്, സത്യസന്ധത. അതുപോലെ തന്നെ ഞാൻ ശേഷം പറയാം എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത്. നല്ല അന്വേഷണം ആവശ്യമുണ്ട്. മാത്രവുമല്ല ഇപ്പൊ നമുക്കറിയാം, ദീനിൽ തന്നെ ചില ശിക്ഷകൾ നടപ്പിലാക്കണമെങ്കിൽ ഒരാൾ മാത്രം കണ്ടാൽ രണ്ടാൾ കണ്ടാൽ പോരാ, 3-4 ആളുകളൊക്കെ കാണേണ്ടി വരും. കാരണം അത്രയും സൂക്ഷ്മത. കാരണം ഇപ്പൊ വ്യഭിചാരത്തിന് ശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ 4 സാക്ഷികൾ കാണണം. ക്യാമറ, CC ഒന്നും പറ്റില്ല. 4 ആളുകള്. എത്രത്തോളം പണ്ഡിതന്മാര് പറഞ്ഞു, ഒരു ആണും പെണ്ണും ഉടുത്ത കഴിച്ചിട്ട് കണ്ടാലും സിന എന്ന് പറയാൻ പറ്റില്ല. അതെങ്ങാനും ഒരാൾ പറഞ്ഞാൽ ഓല വെറുത്തോടും പറഞ്ഞോന് 80 അടിയായിട്ട് കൊടുക്കും. 80 അടി. അതുകൊണ്ട് ശൈഖ് ഹുസൈൻ തീറ്റീം പറഞ്ഞത്, സാക്ഷി മുഖേന ഒരാൾക്കും ഇതുവരെ വ്യഭിചാരത്തിന്റെ ഹദ്ദ് ദുനിയാവിൽ എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. പിന്നെ നടപ്പിലാക്കിയൊക്കെ സ്വയം അംഗീകരിച്ചു. മായിസർഗിള്ളാവിനെ പോലെ ഗാമിദിയ ഗോത്രത്തിൽപ്പെട്ട പെണ്ണ് വന്നതുപോലെ. ഇനി നിങ്ങൾ ആലോചിക്കുക, 4 ആള്, ഒരാണും പെണ്ണും പരസ്യമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് കണ്ടിട്ട് ഒരാൾ കണ്ടിട്ട് നീച്ചു പോണില്ല, 2 ആൾ കണ്ടിട്ട് നീച്ചു പോണില്ല, 3 ആൾ കണ്ടിട്ട് നീച്ചു പോണില്ല. പിന്നെ അവരെന്താ കാട്ടണ്ടേ? അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അത്രയും സൂക്ഷ്മത കാണിച്ചിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ ജീവനപ്പോൾ. അതുകൊണ്ട് ഹജ്ജ് നടപ്പിലാക്കുന്നിടത്തൊക്കെ പണ്ഡിതന്മാരെ വെച്ചാൽ അത് ഒരു ഇജ്തിഹാദിൽ, അഥവാ ഒരു മനുഷ്യൻ പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ തെറ്റുപറ്റിയാലും ആ തെറ്റ് നിസ്സാരമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിഷയത്തിൽ തെറ്റുപറ്റുന്നതിനേക്കാൾ. കാരണം അവന്റെ ജീവനായിട്ട് പോവില്ലേ. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിൽ ഒരു മനുഷ്യന് വധശിക്ഷ വിധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ 100 അല്ല 101% അതിന് അർഹത ഉണ്ടെങ്കിൽ ഒരു ഇസ്ലാമിക ശരീഅത്തിന് എന്ത് ചെയ്യുള്ളൂ, വധശിക്ഷ വിധിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചങ്ങായിന്റെ എത്ര 30-35 കോടിയൊക്കെ മറന്ന എല്ലാവരും ഇപ്പൊ വധശിക്ഷ വിധിച്ചല്ലോ. അപ്പോൾ ഇസ്ലാമിക ശരീഅത്തിന് കുറെ ആൾക്കാർ, എന്താ ഇത്, ഒരു കൈ അറിയാതെ തട്ടിയതിന് ആ കുട്ടീനെ രക്ഷിക്കാൻ നോക്കിയതിന് ഓരോ വധശിക്ഷ. അതൊക്കെ നമ്മൾ കേട്ട ന്യൂസ് അല്ലേ? ഇസ്ലാമിക ശരീഅത്തിന്റെ കോടതിയിൽ ഒരു മനുഷ്യന് വധശിക്ഷ കൊടുക്കാതിരിക്കാനുള്ള ന്യായമാണ് എന്ത് ചെയ്യുക, നോക്കുക. ശിക്ഷ കൊടുക്കാനല്ല, എങ്ങനെങ്കിലും അയാളെ രക്ഷപ്പെടുത്താനാണ് നോക്കുക. കുറ്റവാളികൾക്ക് അനുകൂലം അയാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ. പക്ഷെ ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അത്രയും വെൽ പ്രൂഫ് അയാളുടെ മുമ്പിൽ, ഖാദിയുടെ മുമ്പിൽ എത്തിയാലേക്ക് വധശിക്ഷ വിധിക്കും. അത് വേറെ വിഷയം. വെച്ചാൽ അങ്ങനെ ഇസ്ലാമിൽ ഒരു വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പിലാക്കുന്നിടത്ത് വരെ ഇത്ര സൂക്ഷ്മതയുണ്ട്. എങ്കിൽ പറഞ്ഞു ദീനിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ തെളിവില്ലാതെ സ്വീകരിക്കാൻ? ഒരിക്കലും അത് സംഭവിക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല, അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇദാ ജാഅഹും അംറുൻ മിനൽ അംനി അവൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂ ഇലാ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. ഒരു വാർത്ത നിങ്ങൾ കേട്ടാൽ ആ വാർത്ത പെട്ടെന്ന് പ്രചരിപ്പിക്കാൻ പാടില്ല. അപ്പം നമുക്കൊക്കെ ഉള്ളൊരു ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾക്കൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ, ഈ കൊട്ടയിൽ നിന്ന് എടുക്കുക, ആ കൊട്ടയിൽ തട്ടുക, ആ കൊട്ടയിൽ നിന്ന് എടുക്കുക, ഇവിടെ തട്ടുക, അങ്ങനെ തട്ടല്ല. റമദാനിന്റെ തന്നെ പണി. അത് കേട്ടത് പാതി കേൾക്കാത്ത പാതി നമ്മൾ പണ്ടാണ് പറയുന്നത്. ഇവിടുന്ന് എടുക്കുക, അവിടെ തട്ടുക, അവിടെ എടുക്കുക, അവിടെ തട്ടുക. ഇതന്നെ ഫോർവേഡ്. ചിലപ്പോ ഏതോ ഒരു ചെങ്ങാനെ കാണാനില്ലാന്നൊക്കെ 1 കൊല്ലം മുമ്പുള്ള ന്യൂസിക്കാം, അത് ഇപ്പം അങ്ങോട്ട് പരത്തുക. ഓനെ കണ്ടു കിട്ടി പെരിയിലേക്ക് എത്തിയിട്ട് 5-6 മാസം കഴിഞ്ഞിട്ടോ, എന്നാലും ഇവിടെ അങ്ങനെ മെസ്സേജ് നടക്കണം.
കാരണം നമ്മൾ അന്വേഷിക്കണില്ലല്ലോ, അവനെ കണ്ടോ കിട്ടിയോ, അവൻ വീട്ടിൽ തിന്നില്ല, കിട്ടിയോ ആദ്യം ആണ് പറഞ്ഞു. ദീനത് പാടില്ല. അതാ അല്ലാഹു പറഞ്ഞു, വലോ റദ്ദൂ ഇല റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും. ആ കൈകാര്യകർത്താക്കളിലേക്ക് മടക്കി അവരത് അന്വേഷിക്കുമ്പോൾ ആണതിന്റെ സ്ഥിതി അറിയാം. അതുകൊണ്ടാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ എന്തെങ്കിലും ഒരാൾ ഒരു ഹദീസ് കിട്ടിയാൽ ആ ഹദീസ് പ്രവാചകന്റേതാണോന്ന് സംശയമുണ്ട്, സ്വഹീഹാണെന്ന് ഉറപ്പില്ല, ഒരിക്കലും അത് പറയാൻ പാടില്ല. സ്വഹീഹാണെന്നുള്ള ഉറപ്പുള്ള അല്ലെങ്കിൽ പ്രവാചകന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയതാണോ എന്ന് സംശയമുള്ള ഒരു ഹദീസ് ഒരു മനുഷ്യൻ പറഞ്ഞാൽ പ്രവാചകൻ എന്നെ പറ്റി പറഞ്ഞാൽ പറയും, മൻ ഹദ്ദസ ബി ഹദീസിൻ ഫഹുവ യറാ അന്നഹു കദിബ് ഫഹുവ അഹദുൽ കദ്ദാബീൻ. ഒരു ഹദീസ് എന്നിൽ നിന്ന് ഒരാൾ കേട്ടു, അത് റസൂലുള്ളാഹിന്റേതാണെന്ന് ഉറപ്പില്ല, അത് കളവാണോ സംശയം ഉണ്ടായേക്ക്, അതയാൾ പറഞ്ഞു, എന്നാൽ രണ്ട് കള്ളന്മാരിൽ ഒരുത്തനും, ഒന്നാമത്തെ കള്ളന്മാരത് ഉണ്ടാക്കിയോന്, രണ്ടാമത്തവൻ ഇത് പറഞ്ഞു. ഇപ്പൊ ഉണ്ടാക്കിയോ മാത്രല്ല, ഇപ്പൊ കള്ള നാണയം സൃഷ്ടിക്കൽ മാത്രമല്ല, കള്ളനോട്ട് വിതരണം ചെയ്യൽ എന്താണ് തെറ്റല്ലേ? കള്ളനോട്ട് അടിക്കൽ മാത്രമല്ലല്ലോ കുറ്റം. ആ കള്ളനോട്ടുകൾ കൈവശം വെച്ചാൽ അയാളും ഇസ്ലാമിൽ എന്താണ് കുറ്റവാളിയാണ്, അതിനേക്കാൾ കുറ്റവാളിയാണ് ഇസ്ലാമിൽ. കള്ള നാണയങ്ങൾ ഉണ്ടാക്കൽ മാത്രമല്ല, ഹദീസുകൾ ഉണ്ടാക്കൽ മാത്രമല്ല, ഹദീസുകളെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും പാടില്ല. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ. എന്റെ പേരിൽ ആരെങ്കിലും മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ. ഇത് 90-ലധികം സനദുകൾ ഈ ഹദീസിലുണ്ട്. ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ കിതാബുൽ ഹദീസ് 90-ലധികം സനദ്, 22-ലധികം സഹാബന്മാർ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നിപ്പോ നമ്മളെ നാട്ടില് ദീനിനെ പറ്റി റസൂലുള്ളാഹിനെ പറ്റി കളവ് പറയാൻ വല്ല മടിയുണ്ടോ? ഉണ്ടോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് അനുവാദം കിട്ടിയിട്ടാണ് റസൂലുള്ളാഹിന്റെ മുടി ഞാൻ കൊണ്ടുവന്ന ഒരു ചങ്ങായി പറഞ്ഞു. ഓണയാണോ? അല്ലേ? റസൂലുള്ളാഹിന്റെ പേര് കളവല്ലേ? SSFകാരും നരകത്തിലില്ലെന്ന് മുത്തനബി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ചങ്ങായി. അതൊക്കെ കളവല്ലേ? ഈ റിഫായി ഷെയ്ഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ റസൂലുള്ളാഹിനെ വിളിച്ചപ്പോൾ റസൂലുള്ളാഹി കൈ പുറത്തേക്കിട്ട് അങ്ങനെ അത് മുത്തി. ഇത് പ്രചരിപ്പിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാരല്ലാത്തവരും. സമസ്തക്കാർ മാത്രമല്ല, ഇത് കളവല്ലേ? ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? മാത്രമല്ല, എന്തൊക്കെ കളവ് റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിന്റെ പേരിൽ എന്തൊക്കെ കളവുകളാണ് ആളുകൾക്ക് പ്രചരിപ്പിക്കേണ്ടത്. റസൂൽ പറയാണ്, ഒരാൾ മനഃപൂർവ്വം എൻ്റെ പേരിൽ കളവ് പറഞ്ഞ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ, നരകത്തിൽ ഓന്റെ സീറ്റ് ബുക്ക് ചെയ്തു. ഞാൻ അവിടെ എത്തേണ്ട പണിയുള്ളൂ, സീറ്റൊക്കെ റെഡിയാണ്, അവിടെ കണ്ട് എത്തേണ്ട പണിയാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ് ദീനിന്റെ വിഷയത്തിൽ. അതുകൊണ്ടാണ് വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാം. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ചരിത്രത്തിൽ കാണാം, ഖുർആനിലെ ഹലാല് ഹറാമ് എന്ന പദം വന്ന കാര്യത്തിലല്ലാതെ ഇമാം അഹ്മദ് ഹലാൽ ഹറാം എന്ന പദം പോലും പ്രയോഗിക്കാറുണ്ടായിരുന്നില്ല. ഒരു ഇസ്ലാമിലൊരു കാര്യം അനുവദീയമാണ് ചോദിച്ചാൽ അദ്ദേഹം പറയും ചെയ്യാം, ഹലാലെന്നൊന്നും പറയില്ല, ഹറാമെന്ന് പറയില്ല. ഒരു കാര്യം ഹറാം, ഒരു കാര്യത്തെ സംബന്ധിച്ച് നെസ് വന്നിട്ടില്ല. കാരണം ഖുർആനിലെ സുന്നത്തിൽ ഹറാമെന്ന് നെസ് കൃത്യമായി വന്നിട്ടില്ല, എന്നാൽ അത് ഹറാമാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് ഇമാം അഹ്മദിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല, ഞാനത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല, ഹറാമെന്ന് പോലും പറയും. അത്രയും സൂക്ഷ്മതയാണ് നമ്മുടെ മുൻഗാമികൾ കാണുന്നത്. ഇമാം അഹ്മദ് ആരാ? ഇമാം അഹ്ലുസുന്നയാണ്. അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ പോലും ദീനിൽ സംഘട വക ഒരു ഹലാലായ കാര്യത്തെ പോലും ഖുർആനിലും സുന്നത്തും ഹലാലെന്ന് ലഫ്ള് വരാത്തതിന്റെ കാരണം കൊണ്ട് മാത്രം അവർ ആ പദം പോലും പ്രയോഗിക്കാൻ കാണിക്കുന്ന സൂക്ഷ്മത, അത് ഹദീസിന്റെ രംഗത്ത് സ്വഹാബത്ത് കാണിച്ചിട്ടുണ്ട്. ആ സൂക്ഷ്മത കൊണ്ടാണ് ഈ ഹദീസ് ഇങ്ങനെ ഉണ്ടായത്. അതല്ലെങ്കിൽ നമ്മുടെ കാലത്തൊക്കെ ഹദീസ് ക്രോഡീകരിച്ചെങ്കിലുണ്ടല്ലോ സുബ്ഹാന ജല്ല, സഹീൽ ബുഖാരി നീ പള്ളിയിൽ ഒതുങ്ങൂല, അത്ര ഉണ്ടാവും ഹദീസ്. നമ്മളെ കാലത്തൊക്കെ ഹദീസ് ക്രോഡീകരിക്കുന്നുണ്ടെങ്കിൽ
നമ്മളെക്കാളൊക്കെ എത്രയോ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരും ആളുകളും അത്രയും സൂക്ഷ്മത കാണിച്ചുകൊണ്ടാണ് ഹദീസുകൾ സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കാലഘട്ടത്തിലാണല്ലോ ഫിത്ന ഉണ്ടായത്. ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഈ സമൂഹത്തിലേക്ക് ഫിത്നകളൊക്കെ കയറി വന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഫിത്നയുടെ വാതിലെന്ന് പ്രവാചകൻ പറഞ്ഞു. ഫിത്നയുടെ വാതിൽ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, തകരുകയാണോ തകർക്കപ്പെടുകയാണോ ചെയ്യാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തകർക്കപ്പെടുകയാണ് ചെയ്യാൻ. അതിന്റെ അർത്ഥം എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുമെന്ന് അദ്ദേഹത്തോട് തന്നെ പ്രവാചകൻ പറയാണ്. ഉമർ നിങ്ങൾ കൊല്ലപ്പെടും, അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ അഫ്ഫാൻ ഷഹീദാവുന്നു, കൊല്ലപ്പെടുന്ന റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തോടു കൂടി കൂഫയിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങി. കൂഫയാണ് ഇസ്ലാമിക സമൂഹത്തിലെ ഫിത്നയുടെ പ്രഭവ കേന്ദ്രം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി മദീനയിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഹുനാക സലാസിൽ വൽ ഫിതൻ, അവിടെയാണ് ഫിത്ന ഉള്ളത്. ഇറാഖിലെ നജിദിന് ചൂണ്ടിയിട്ടാണ് റസൂലുള്ളാഹി. അത് നമ്മളെ ചില ആൾക്കാരെടുത്തിട്ട് സൗദി അറേബ്യയിൽ നജിദിനാണ് മുഹമ്മദ് അബ്ദുല്ലാഹ് വന്നത് കണ്ട റസൂലുള്ളാഹി അദ്ദേഹം പറഞ്ഞത് ശൈത്താന്റെ കൊമ്പാണ്, ഇത് വഹാബികള് ദജ്ജാലിന്റെ പാർട്ടിക്കാരാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഹദീസ് വേറെ ചില ആൾക്കാർ. യഥാർത്ഥത്തിൽ നജിദ് ലോകത്ത് 7ഓളം നജിദുകളുണ്ട്. ആ നജിദിൽ ഇറാഖിലെ നജിദിനെ ചൂണ്ടി കിഴക്കോട്ട് ചൂണ്ടിക്കൊണ്ട പ്രവാചകൻ പറഞ്ഞു. അത് ശരിയാണ്. ഇന്നും ഫിത്ന അവിടെ തന്നെയാണ്. കിഴക്കോട്ട് ചൂണ്ടിപ്പോയിൽപ്പെട്ട നമ്മുടെ ഇന്ത്യ രാജ്യം അടക്കമുള്ള സ്ഥലം. ഈ സമൂഹത്തിൽ എവിടൊക്കെ കള്ളപ്രവാചകന്മാരും കള്ള മഹദികളും വന്നിട്ടുണ്ടോ ഒക്കെ റസൂൽ കൊണ്ട് ഈ കിഴക്ക് ഭാഗത്ത് വന്നു. മിർസ എവിടുന്ന വന്ന് ദജ്ജാലോട് തന്നെ വരിക. ദജ്ജാലും പ്രവാചകൻ ചൂണ്ടി അവിടുന്ന് തന്നെയാണ് ഇസ്ലാമിക സമൂഹത്തിൽ ഒന്നാമത്തെ ഫിത്നയായിട്ടുള്ള ഖവാരിജുകൾ ഉണ്ടായതും മുഅ്തസിലികൾ ഉണ്ടായതും ഒക്കെ അവിടെ തന്നെ ഉണ്ടായത്. മനസ്സിലായത്? അവിടുന്ന് തന്നെയാണ് ലോകത്ത് ആദ്യമായിക്കൊണ്ട് ഹദീസുകളെ കള്ള ഹദീസുകൾ രംഗത്ത് വന്നതും അവിടുന്നാണ്. ഇവ മാലിക് പറയാറുണ്ട്, മദീനയിൽ നിന്നൊരു ഹദീസ് പോകുമ്പോൾ ഒരു ചാണ് വലിപ്പം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് കൂഫയ്ക്ക് കൂടെ ഇങ്ങനെ പോയിട്ട് വന്നുമ്പോൾ ഇത്ര നിറണ്ടാവും. മദീനന്ന് റസൂലുള്ളാഹിന്റെ മദീനന്ന് ഹദീസ് പോകുമ്പോൾ എത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. കാരണം റസൂലുള്ളാഹി നിർത്തറുണ്ടോ അതിങ്ങനെ പോയിക്കോടെ പിന്നെ കൂഫയെ കൂടെ പോയിട്ട് ഇങ്ങനെ മദീനയ്ക്ക് തിരിച്ചു വരുമ്പോൾ ഇത്ര നിറണ്ടാവും. അവിടെ നമ്മൾ ഈ തീവണ്ടി കൊളത്തിലൊക്കെ ഇല്ലേ, മറ്റേ ബോഗി കൊളുത്തുന്ന മോഡല് ഒങ്ങനെ കൊളുത്തി ഇവിടെ മദീനയ്ക്ക് തിരിച്ചെത്തുമ്പോഴത്തിന് ഇത്ര വലിപ്പം ഉണ്ടാവും. നിറം, നോണ, കളവ് അതിൽ കൂടിക്കലർന്നിട്ടുണ്ടാവും. ഇതൊക്കെ പണ്ഡിതന്മാർ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തോടു കൂടി ഫിത്ന ഉണ്ടായപ്പം അതുവരെ ആളുകൾക്ക് കാരണം റസൂലുള്ളാഹി പറഞ്ഞ ആളുകൾക്ക് പേടിയാണ്. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞാണ് സ്വീകരിക്കും. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് ഫജഅല യുഹദ്ദിസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ ബുഷീർ അൽ അദവി എന്ന് പറയുന്ന മനുഷ്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിൽ അദ്ദേഹം ഹദീസ് ഇങ്ങനെ പറയാൻ ഇബ്നു അബ്ബാസ് അത് മെയിൻ ചെയ്യണില്ല. ഒരാൾ ഹദീസ് ഇങ്ങനെ പറയും, റസൂലുള്ളാഹിന്റെ ഹദീസ് ഇങ്ങനെ പറയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മെയിൻറ്റെയിൻ ചെയ്യണില്ല, കേൾക്കണില്ല. അയാൾക്ക് അത്ഭുതം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് കേട്ട് നിങ്ങൾ എന്താ മെയിൻ ചെയ്യാത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തസ്മഅ, ഞാൻ റസൂലുള്ളാഹിന്റെ ഹദീസ് ഇങ്ങനെ പറയും, നിങ്ങൾ എന്താ കേൾക്കാത്തത്? അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നാ കുന്നാ മറത്തൻ ഇദാ സമിനാ റജുലൻ യഖൂൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്തദർതുഹു അബ്സാർനാ വസ്ഖൈനാ ഇലൈഹി ബിആദാനിനാ. എന്നാൽ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കേട്ടാൽ അത് ചെവി കൊടുത്തിരുന്നൊരു കാലം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ചെവി കൊടുക്കും. പക്ഷെ വലമ്മാ വഖഅത്തിൽ ഫിത്ന ഉണ്ടായി. അത് ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരത്തിലേറി കുറെ പുതിയ കക്ഷികളും പുതിയ വാദങ്ങളുമായി വന്നപ്പോൾ ലം നഅഖുദ് മിനൻ നാസ് ഇല്ലാ മാ നഅരിഫു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദീസ് ഞങ്ങൾക്ക് പരിചയമുള്ള ഞങ്ങൾക്ക് വിശ്വസ്തമുള്ള ആൾ മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യുള്ളൂ, കേൾക്കുന്നുള്ളൂ. ഈ മനുഷ്യൻ ഇബ്നു അബ്ബാസിന് പരിചയമില്ലാത്ത ആളാണ്, ഒരു പുതിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മൂപ്പര് ഹദീസ് ആർക്ക് വേണ്ട? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വേണ്ട, കേൾക്കണം.
കാരണം അത് സൂക്ഷ്മതയുടെ ഭാഗം. കാരണം എല്ലാവരും ഹദീസ് ഉണ്ടാക്കാൻ തുടങ്ങി. മനസ്സിലായി? മൻ അക്കലൽ ഭിത്തിയ ഖദഖൽ ജന്ന, ഒരു ചങ്ങായി 10 നിന്നോ സ്വർഗത്ത് കിടക്കും. ഹദീസ്. കാരണം 10 കച്ചവടം തണുപ്പായപ്പോ പോയപ്പോഴേ അപ്പോൾ ഓൻ്റെ ബിസിനസ് നടപ്പിലാക്കും. കാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ എല്ലാം സ്വീകരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ റസൂലുള്ളാഹിൻ്റെ പേരിലാണ് നുണ പറഞ്ഞാൽ എല്ലാം സ്വീകരിക്കും, ദീനാണ് നിറച്ച് നടക്കുന്നത്. അതൊക്കെ പണ്ഡിതന്മാർ എല്ലാം സൂക്ഷ്മമായി കണ്ടെത്തി ഇതൊക്കെ റസൂലുള്ളാഹിൻ്റെതാണോ അല്ലേ എന്നുള്ളതൊക്കെ അത് ബാധിച്ച ഈ വൈതനങ്ങൾക്ക് വേണ്ടി ഹദീസ് ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? ഈ മദ്ഹബി പക്ഷപാതിത്വം രൂക്ഷമായൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഷാഫി മദ്ഹബിൽപ്പെട്ട ആളുകൾ, ഹനഫി മദ്ഹബിൽപ്പെട്ട ആളുകൾ കല്യാണം കഴിക്കാത്ത അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. ശരിയല്ലേ? ഈ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആലു സഊദ് ഈ പിന്നെ സൗദി അറേബ്യയിൽ ഭരണം നേടുന്നതിന് മുമ്പ് തുർക്കിക്ക് ഭരിച്ചിരുന്ന കാലത്ത് നമുക്കറിയാം 4 ഇമാമാണ് ഒരു ജമാഅത്തിനുണ്ട്. 4 ഭാഗത്ത് 4 മദ്ഹബിന്റെ ഇമാം. അവിടെ ഷാഫി, ഇവിടെ ഹനഫി, ഇവിടെ മാലിക്കി, ഇവിടെ ഹംബലി. ഒരു ളുഹറിന് 4 ഇമാം, അസർ 4 ഇമാം, തറാവീന് 4 ഇമാം. അത് ആലു സഊദ് റഹ്മഹുല്ലാഹ് അവർ വന്നിട്ടാണ് ഒഴിവാക്കിയിട്ട് ഒറ്റ ഇമാമിന്റെ കൊണ്ടുവന്ന്. നമ്മുടെ നാട്ടിൽ ഷാഫി മദ്ഹബും ഹനഫി മദ്ഹബും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അത്രയും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ആദ്യം ഉണ്ടാക്കിയ സംഘടന ഐക്യസംഘം. ഐക്യം ഉണ്ടാക്കുക. നമ്മൾ ചില ആൾക്കാർ ഇവിടെ വഹാബികൾ എന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഐക്യസംഘം ഉണ്ടാക്കൽ. ഇവിടെ പ്രശ്നമുണ്ട്. എങ്ങനെ കോഴിക്കോട് വലിയ കാലയും ചെറിയ കാലയത് ചെരുപ്പ് വലുതായിട്ടോ അല്ലെങ്കിൽ കോട്ട് വലുതായിട്ടോ അല്ല, അത് കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ അങ്ങനെ ഒരാൾ വലിയ ആളും മറ്റൊരാൾ ചെറിയ ആൾക്ക് നിശ്ചയിച്ചല്ല. വലുപ്പം നോക്കിയിട്ട് തന്നെ അളന്ന് നോക്കിയിട്ട് 6 ഇഞ്ച് ഇപ്പം 5 ഇഞ്ച് എന്ന് വെച്ച് വലിയ കാതി ചെറിയ കാതി അങ്ങനെയല്ല. അതാ സ്ഥാനം അവിടെ. ഇപ്പോൾ നോക്കി നിങ്ങൾ പിന്നെ പൊന്നാനിക്കയും കൊണ്ടോട്ടിക്കയും തർക്കമില്ലായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ ഫിത്ന ഉണ്ടായപ്പോ പിന്നെ ഞാൻ പറഞ്ഞ ഷാഫി മദ്ഹബിന്റെ ഇമാം ഷാഫി എതിർക്കാൻ വേണ്ടി ഹനഫികൾ ഹദീസ് ഉണ്ടാക്കി. എന്താണ്? യതി മിൻ ഉമ്മത്തി ഇസ്മുഹു ഇദ്രീസ് ഫഹു അദറു മിൻ ഉമ്മത്തി അലാ ഇബ്ലീസ്. എന്റെ ഉമ്മത്തിൽ മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന് പറയുന്ന ഒരാൾ വരാണ്ട് ഫഹു അദറു മിൻ ഉമ്മത്തി അലാ ഇബ്ലീസ്, ഇബ്ലീസിനേക്കാളും എന്റെ ഉമ്മത്തിന് ദ്രോഹമാണ്. മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന് പറയുമ്പോൾ ഷാഫിയാണ്. ഹനഫികൾ ഉണ്ടാക്കിയ ഹദീസ്. അപ്പൊ ഹനഫികൾ ഷാഫികൾ തിരിച്ചങ്ങോട്ടും ഉണ്ടാക്കി. ആലോചിച്ചു ഇങ്ങനെ അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത് ഈ റസൂൽ പറഞ്ഞു എന്ന് കേട്ടാൽ ഞങ്ങൾ ചെവി കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. ഇപ്പൊ പറയുന്ന ആളോ കോയിച്ചങ്ങിയ എന്നും ചുട്ടോ അതിന്റെ ഹദീസ് നമുക്ക് ഉണ്ടാകും. അത് മുഹദ്ദിസീങ്ങളുടെ ഹദീസിന്റെ രംഗത്ത് മുഹദ്ദിസീങ്ങൾ കാണിച്ച ഒരു സൂക്ഷ്മതയാണ്. അപ്പൊ അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി പറയുന്നത് ലം യകൂനു യസ്അലൂന അനിൽ ഇസ്നാദ് ഫലമ്മാ വഖഅത്തിൽ ഫിത്നതു ഖാലു സമ്മു ലനാ റിജാലക്കും. ഇത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. ഫിത്ന ഉണ്ടാണ് വരെ റസൂൽ പറഞ്ഞു ശരി അൽഹംദുലില്ലാഹ് ഞാൻ സ്വീകരിക്കും. പക്ഷെ ഫിത്ന എന്ന് പറഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിലുണ്ടായ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ ഖവാരിജികളൊക്കെ ഉണ്ടാക്കിയ ഫിത്നയാണ്. അതാണ് ഇസ്ലാമിക ഫിത്ന എന്ന് പറഞ്ഞത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആ ഫിത്ന ഉണ്ടായതിനു ശേഷം ഞങ്ങൾ ഹദീസ് കേട്ടാൽ സമ്മു ലനാ റിജാലക്കും. എന്നോട് ആരാ പറഞ്ഞു? ആളെ പേര് പറയും. ഓ മുഹമ്മദ് ബിൻ ഇബ്രാഹിം. ആ മുഹമ്മദ് ഇബ്രാഹിമിനോട് ആരാ പറഞ്ഞു? ഇസ്മായിൽ ബിൻ അൽഖാഫ്. ഓക്കെ ശരി. ഈ പിന്നെ ചരിത്രത്തിലൊക്കെ വാഖിദി എന്ന് പറഞ്ഞ മുഹമ്മദ് വാഖിദി എന്ന് പറഞ്ഞാണ്ട് മൂപ്പരിലൂടെയാണ് അധിക ചരിത്രം വന്നിട്ടുള്ളത്. പക്ഷേ ആ വാഖിദിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ മുഹദ്ദിസീങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം കദ്ദാബ്. ഈ പിന്നെ നൂഹി എന്ന് പറയുന്ന ഒരാളുടെ ഹദീസിന്റെ റിജാലുകൾ അദ്ദേഹം പറയാണ്, മരിക്കാൻ നേരത്തെ പറയാണ്, ഞാനിപ്പോ പിന്നെ ദീനിൽ ഞാൻ സന്തോഷത്തോടെ മരിക്കാൻ പോണേ, എനിക്ക് ടെൻഷനൊന്നുമില്ല. കാരണം റസൂലുള്ളാഹിന്റെ പേരിൽ ഞാൻ 1000-ഓളം ഹദീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നബിന്റെ പേരിൽ ഞാൻ 1000-ഓളം ഹദീസ് ഉണ്ടാക്കി. അതെന്താ പറഞ്ഞത് വെച്ചാൽ ഈ സൂഫികൾക്കും ഇവർക്കൊരു വാദമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായിട്ട് ഹദീസ് ഉണ്ടാക്കിയാലേ എന്തുള്ളൂ? മൻ കദബ അലയ്യ മുതഅമ്മിദൻ. എനിക്ക് എതിരെ ആരെങ്കിലും കളവ് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ദീനിന് എതിരായിട്ട് ഹദീസ് ഉണ്ടാക്കി. നമ്മുടെ നാട്ടിലുണ്ടല്ലോ പിന്നെ എന്താ പറയാ,
ബിദഅത്തുൻ ഹസനത്ത് കുഴപ്പമില്ല, ബിദഅത്തുൻ സയ്യിഅത്തെ കുഴപ്പം. റസൂൽ എന്താ പറഞ്ഞത്? കുല്ലു ബിദഅത്തിൻ ദലാലത്ത്, എല്ലാ ബിദഅത്തും ദലാലത്താണ്, അത് നല്ലത് ചീത്തയില്ല. ഇതേപോലെ റസൂലുള്ളാഹിക്ക് എതിരെ ഹദീസ് ഉണ്ടാക്കാൻ പാടില്ല, ദീനിനെതിരായിട്ട് ഹദീസ് ഉണ്ടാക്കാൻ പാടില്ല. ദീനിന് അനുകൂലമായ ഹദീസ് ഉണ്ടാക്കിയാൽ വലിയ കൂലി കിട്ടും വിചാരിച്ച ഹദീസ് ഉണ്ടാക്കിയാൽ അതിൽപ്പെട്ട ആളുകളൊക്കെ. അതുകൊണ്ട് അങ്ങനത്തെ ആളുകളെ പണ്ഡിതന്മാർ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് ഓരെ പറ്റി കിതാബൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ വഅഫാകളെ പറ്റിയിട്ട് ഓരോ ലിസ്റ്റ് പ്രത്യേകം പണ്ഡിതന്മാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കുറ്റവാളികൾ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടാവും ഓരോ കേസ് തെറിയിൽ. ഒരു കേസ് ആദ്യം രജിസ്റ്റർ ചെയ്ത്, ആദ്യം കളവ് കേസ് ആദ്യം രജിസ്റ്റർ ചെയ്താൽ ഓരോ കളവിൻ്റെ ഫയലുണ്ടാവും പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ ഈ പറഞ്ഞ അവിടെ മറ്റേ കുട്ടി ഇപ്പൊക്കെ കുട്ടികളെല്ലാം ഫുള്ള് PMDMA കേസാണെങ്കിലും ഇപ്പോൾ കൃഷ്ണൻകുട്ടി മേമുട്ടിയൊന്നും ഇപ്പോൾ കേസിലൊന്നും വ്യത്യാസമില്ലല്ലോ, മനസ്സിലായില്ലേ? എല്ലാം കണക്കാണ്. റമദാനാണെങ്കിലും ചൊവ്വാലാണെങ്കിലും വലിയൊരുന്നാളാണെങ്കിലും വലിയൊരുന്നാളും വെള്ളിയാഴ്ച ഒന്നും വന്നാലും നമ്മളാൾക്ക് തൊപ്പിട്ടുകൊണ്ട് MDMA വെക്കുക. ആലോചിച്ചു ബിസിനസ് ഇപ്പോൾ റമദാനിൽ നടക്കണ്ടേ? റമദാനിന് പിന്നെ കുപ്പി പറ്റില്ല, തൊപ്പിയിൽ പറ്റുള്ളൂ. പിന്നെ കുപ്പി തൊപ്പിട്ടുകൊണ്ട് MDMA വെക്കുക. ഇതൊക്കെ നമ്മുടെ കൗമിൻ്റെ അവസ്ഥ. അതുമില്ല. അതുകൊണ്ടാണ് ആള് പേര് പറയാൻ പറയും. ഇന്ന ആളാണെങ്കിൽ ജോണ്ടേക്കാൻ്റെ ഹദീസ്. കാരണം ആ കളവിലൂടെ വന്നതല്ലാത്ത രീതിയിൽ തന്നെ അള്ളാഹുവിന്റെ ദീൻ അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. ഓന്റെ ആ കള്ളന്റെ ഹദീസിന്റെ ഒരു ആവശ്യം ഈ ദീനില്ല. സത്യസന്ധന്മാരായ ആളുകളോട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ദീനിനെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ബിൻ സീരിൻ പറഞ്ഞ ഒരു ഹദീസിൽ, ഒരു വാചകത്തിൽ കാണും, ഇമാം മുസ്ലിം അദ്ദേഹത്തിന് മുഖദ്ദിമ കൊടുത്തിട്ടുണ്ട്. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, ഈ ഹദീസിന്റെ വിജ്ഞാനം പറഞ്ഞത് ദീനാണ്. അതുകൊണ്ട് ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും, നിങ്ങൾ ആരിൽ നിന്നാണ് ദീൻ സ്വീകരിക്കുന്നത് നല്ലോണം നോക്കണം. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസംഗം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഫുൾ എല്ലായിടത്തും എൻ്റെ പ്രസംഗം. ഇവൻ്റെ അഖീദ എന്താണ്, ഇവൻ്റെ അസ്മാഉ സിഫാത്തിന്റെ നിലപാടെന്താണ്, ഹദീസുകളുടെ നിലപാടെന്താണ്, ഇവൻ അഖലാനിയാണോ അതല്ല മുഅ്തസിലിയാണോ അതല്ല ശീഇയാണോ, അതൊന്നും നോക്കണ്ട. എന്താ പ്രസംഗം. അപ്പൊ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ പാടില്ല എന്ന് പറഞ്ഞു. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും, ഈ ദീനിന്റെ വിജ്ഞാനം, ഈ ഇൽമു എന്ന് പറഞ്ഞാൽ ദീനാണ്. ആരിൽ നിന്നാണ് നിങ്ങൾ വിജ്ഞാനം സ്വീകരിക്കണം നല്ലോണം നോക്കണം. അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ഇൽമു സ്വീകരിക്കുന്ന വിഷയത്തെ പറഞ്ഞപ്പോൾ 6 നിബന്ധനകൾ പറഞ്ഞതിൽ അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ, 6 കാര്യങ്ങളുണ്ടെങ്കിൽ ഇൽമുട്ടുള്ളൂ. ഒന്ന് ദക്ക, ബുദ്ധി, ഹിർസ്, നല്ല ആഗ്രഹം വേണം. ദക്കാവും വഹ്റസുൻ വജ്തിഹാദ്, നല്ല പരിശ്രമമാണ്. ഉറങ്ങി തൂങ്ങിയ ഇൽമുട്ടില്ല. ലോകത്തൊരു ഉറങ്ങിയിട്ടൊരാൾക്ക് ഇൽമു കിട്ടിയിട്ടില്ല, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ബുൽഗത്ത്, പഠനോപകരണങ്ങളുമാണ്. അതുപോലെ തന്നെ ഇർഷാദ് ഉസ്താദിൻ, ഒരു ഉസ്താദിന്റെ ഗൈഡൻസ് വേണം. നെറ്റിന്ന് ഇൽമെടുത്താൽ വെച്ചു. കാരണം ഇന്റർനെറ്റിൽ ആർക്കും എന്ത് അടിച്ചു പറ്റാം. ഒരു ഉസ്താദിന്റെ കീഴിൽ നിന്ന്, അതുകൊണ്ടാണ് ഈ ദീൻ ഇവിടെ നിലനിന്നത്. തൊള്ളി വായ്പാട്ട് പറഞ്ഞ ആൾക്കൊന്നും ദീനിന്റെ അടിസ്ഥാനം ഇല്ലാത്തതെന്ന് വെച്ചാൽ ഈ ദീനൊരു മഹത്വമുണ്ട്. ആ മതത്വം അതിലുള്ള ആളുകളിൽ നിന്നാണ് ഇൽമു സ്വീകരിക്കേണ്ടത്. ഇല്ലാത്തതുകൊണ്ടുള്ള വലിയ കുഴപ്പം നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷമായി. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ചെങ്ങായിന്റെ പ്രസംഗം വന്ന് 100 പവൻ ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണ്ട ആഭരണങ്ങൾക്ക്. പെണ്ണുങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. അല്ലെങ്കിൽ സക്കാത്ത് അങ്ങോട്ട് കൊടുക്കുന്നത് എന്തെങ്കിലും ന്യായം പറഞ്ഞ് കൊടുക്കാനാണല്ലോ ചോദിക്കുക. ഇപ്പൊ എന്താ വെച്ചാൽ 100 പവൻ പെണ്ണുമക്കളെ നിങ്ങളെ കളിയിലുണ്ടെങ്കിലും നിങ്ങൾ സക്കാത്ത് കൊടുക്കണ്ട, കാരണം ആ ബലത്തിന് സക്കാത്തില്ല. ദീനിനെ ഫസാദാക്കാൻ വേണ്ടി ഓരോരുത്തർ ഇറങ്ങാണ്. ഷാഫി മദ്ഹബിൽപ്പെട്ട ഏതോ ഒരു മൂലക്കുള്ള അഭിപ്രായമാണത്. അതിനെക്കാട്ടിലും ഷാഫി മദ്ഹബില് വളരെ പ്രബലമായ അഭിപ്രായമാണ് ജാറം കെട്ടി മുന്തിക്കാൻ പാടില്ല എന്നാണ്. ഷാഫി മദ്ഹബ് തർക്കമില്ലാത്ത കാര്യമാണ്. അതില് ഷിയാക്കള മദ്ഹബ്. എന്നാൽ ഷാഫി മദ്ഹബ് തന്നെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഇല്ലാത്ത ഒരു വൈഫായ അഭിപ്രായം എടുത്തിട്ട് ഉണ്ടോ ഇത് നമ്മൾ സ്വീകരിക്കണം. ഷാഫി മദ്ഹബ് തന്നെ ഏറ്റവും പ്രബലമായ അഭിപ്രായമാണ് ജാറം കെട്ടി പൊന്തിക്കാൻ പാടില്ല, കെട്ടിപ്പൊന്തിച്ച് ജാറം തട്ടി നിരപ്പാക്കണം. തജ്ബുൽ മുബാറത്തുൽ ഹദിനിഹാന ഈ ഹൈത്തമി പറയും. പിന്നെ ഹൈത്തമി പറയും മെമ്മറെന്താ വെച്ചാൽ ഇങ്ങനെ പിന്നെ സ്വന്തം കാരണങ്ങൾക്ക് വേണ്ടി ദീനിനെ വളച്ചൊടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ കള്ളന്മാരിൽ നിന്ന്
ഈ കളവിൽ നിന്ന് ദീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഈ കാവൽ ഈ ഉമ്മത്തുണ്ടാവുകയും ഈ ഉമ്മത്തിൽ പണ്ഡിതന്മാർ വളരെ അധികം ത്യാഗം സഹിച്ചുകൊണ്ട് ഈ ദീനെ സംരക്ഷിച്ചു. ചെറിയ ചില്ലറ ത്യാഗമൊന്നുമല്ല യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ വിഷയത്തെ സഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്ററുകളാണ് നടന്ന് ഈ ഹദീസിൻ്റെ വിജ്ഞാനത്തിനുണ്ട്. ജാബിർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച ഹദീസിൽ കാണാം, ഒരു ഹദീസ് സ്വീകരിക്കാൻ അദ്ദേഹം ഒരു മാസക്കാലം യാത്ര ചെയ്തിട്ടുണ്ട്. ഹദീസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്, പക്ഷെ വേറെ ആളുടെ കിട്ടി, റസൂലുള്ളാഹിയിൽ നിന്ന് വേറെ ഒരു സഹാബിയിലൂടെ കിട്ടിയിട്ടില്ല. എന്നാൽ നബിയിൽ നിന്ന് നേരിട്ട് കേട്ട സഹാബി ഉണ്ടെന്ന് കണ്ടപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു ആ സഹാബിയെ കാണാൻ വേണ്ടി ഒരു മാസക്കാലം ഒരു ഹദീസിന് നമ്മൾ വിചാരിക്കും എന്തൊരു പോയത്തരാണ്. ഒരു മാസക്കാലം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തെ യാത്രകൾ ആലോചിച്ചു. പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, ഇപ്പൊ ചൂടാണ്. നമ്മൾ എ സിയുടെ അറിയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ആ മണലാരണ്യത്തിലൂടെ ഒരു മാസക്കാലത്തെ യാത്ര, ഒരു ഹദീസിന് അങ്ങോട്ട് തിരിച്ചിങ്ങോട്ടൊരു മാസം, 2 മാസം ഒരൊറ്റ ഹദീസിന് വേണ്ടി നിങ്ങൾ ആലോചിച്ചു. അതുപോലെ തന്നെ അലി ഇബ്നു മദീനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിന്റെ വിഷയത്തിൽ വളരെ വലിയ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹം 200ഓളം കിതാബുകൾ ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട്. 200ഓളം കിതാബുകൾ. തഹദീബുൽ കമാൽ എന്ന് പറയുന്ന ഇമാം മിസ്സിയുടെ കിതാബ്, ലോകത്തിലെ അത്ഭുതങ്ങളിൽ മഹാത്ഭുതം. നമ്മൾ താജ്മഹലും കുത്തുബിനാറൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ നടക്കട്ടെ, അതിനേക്കാൾ വലിയ മഹാത്ഭുതമാണ് ഈ തഹദീബുൽ കമാൽ എന്ന് പറയുന്ന ഇമാം മിസ്സിയുടെ കിതാബുണ്ട്. ഇമാം മിസ്സി സാധാരണക്കാർക്ക് അറിയപ്പെടാത്ത പണ്ഡിതനാണ്. അദ്ദേഹം ഫിഖഹിലൊന്നുമില്ല, അദ്ദേഹത്തിന് തഖസ്സുസില്ല എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ 10,000 മനുഷ്യന്മാരുടെ ജീവചരിത്രമാണ്. അയാൾ എവിടെ ജനിച്ചു, ആരൊക്കെ കണ്ടു, എവിടൊക്കെ രാജ്യത്തിലേക്ക് പോയി, എപ്പോൾ പോയി, എങ്ങനെ പോയി, അവിടെ ആരൊക്കെ കണ്ടു, എല്ലാം ഡീറ്റെയിൽ. ലോകത്ത് ഇത്രയും വ്യവസ്ഥാപിതമായി ചരിത്രം രേഖപ്പെടുത്തിയ ചരിത്രകാരന്മാർ ഇസ്ലാമിലില്ലാതെ ലോകത്തില്ല. ഉണ്ടോ? ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിനടുത്ത് നോക്കി, ചേരമാൻ പെരുമാള് മുസ്ലിമായി നമ്മള് ചില ചരിത്രകാരന്മാർ, ചേരമാൻ പെരുമാള് മുസ്ലിമായിട്ടില്ല എന്ന് വേറെ ചരിത്രകാരന്മാർ. 10 അഭിപ്രായമാണ്. ചേരമാൻ പെരുമാളുടെ ഭക്തി ഉണ്ടോന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. അങ്ങനെയുള്ളത് ആ രാജ്യത്ത് ജീവിക്കുന്ന ആ നാട്ടിൽ ചെന്ന് അവിടെയുള്ള മുഴുവൻ ആളുകളെയും കണ്ട് അവർ ഈ ആള് നാട്ടിലെപ്പോൾ വന്നു, അയാൾ സത്യസന്ധനാണോ, അതൊരു ഭാഗത്ത്. സത്യസന്ധന്റെ വിഷയത്തിൽ ആ നാട്ടിൽ ആരൊക്കെ വന്നു, ജനിച്ചു, എപ്പോൾ ജനിച്ചു. കാരണം ഈ ഒരു റാവിയിൽ നിന്ന് ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളുടെ അവർ പരസ്പരം കണ്ടുമുട്ടണം. കണ്ടുമുട്ടി എന്ന് 100% തെളിവ് കിട്ടിയെങ്കിലേ ഒരു ഹദീസ് പണ്ഡിതന്മാർ സ്വീകരിക്കുള്ളൂ. നമ്മൾ ചോദിക്കുന്നത് എങ്ങനെ കണ്ടുമുട്ടാം? അതിനൊക്കെ പണ്ഡിതന്മാർ കിതാബ് എഴുതിയിട്ടുണ്ട്. 10,000 റാവിമാരുടെ റിപ്പോർട്ടർമാരുടെ ജീവചരിത്രം ഇന്നും നമുക്ക് ജീവിച്ചിരിക്കുന്ന ചരിത്രം കിട്ടും. അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രം മരിച്ചിട്ടില്ല. അവരുടെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരെ. ഇപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ പേരിൽ 30ഓളം അഭിപ്രായ വ്യത്യാസങ്ങൾ ആ നാട്ടിൻ്റെ. അതൊക്കെ ഉണ്ട്. കാരണം സ്വാഭാവികമായിട്ടെന്ന് വെച്ചാൽ ഈ കുനിയത്തറ വിളിപ്പേരിൽ പ്രസിദ്ധരായ ആളുകളെ പേര് ചിലപ്പോൾ ആളുകൾക്ക് EMS പേര് എത്ര ആൾക്കറിയാം? ഈ കണക്കിന് ചിലപ്പോൾ നോക്കിയാൽ കിട്ടുള്ളൂ. പക്ഷെ EMS അറിയാത്തവരുണ്ടാവും. അദ്ദേഹമായ ചുരുക്കപ്പേരിലാണ്. പിന്നെ ഇപ്പൊ തകഴി, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് എന്താ പറയാ, ഈ കുനിയത്തിൽ മഷഹൂറായ ആൾക്കാരുണ്ടാവും. അപ്പൊ ഒരു പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഒരു നാട്ടിൽ ഇപ്പൊ വേഗം ഒരു കുഞ്ഞുട്ടി ഉണ്ടോട്ടിക്കും, എല്ലാവർക്കും കുഞ്ഞുട്ടിയാണ്. പക്ഷെ ഓന്റെ പേര് കുഞ്ഞുട്ടി ആവില്ല. ഓ കുഞ്ഞുട്ടി എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അപ്പൊ ഓന്റെ പേര് ചില ആൾക്കാർ അന്ന് പേര് പഞ്ചായത്ത് ഓഫീസിൽ പോയി രജിസ്റ്ററില്ലല്ലോ, അപ്പൊ ഒരു പേര് വിളിക്കും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പല പേരിലും സ്കൂളൊക്കെ ചേർത്തുമ്പോൾ ഉമ്മ ഒന്ന് പറഞ്ഞു കൊടുക്കും, അല്ല വാപ്പ കേൾക്കുക. വാപ്പ വേറെന്ന് പറഞ്ഞു കൊടുക്കും, അതല്ല എഴുമാശ കേൾക്കുക. എഴുമാശക്ക് എഴുതിയതെന്നാണ്, അതാണ്ട് എഴുതും. അതാണ് പിന്നെ അവൻ്റെ പേര്. പിന്നെ രേഖ ഒന്നും ഉണ്ടാവില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ആ കാലഘട്ടത്തിൽ പേര് കൊണ്ട് അറിയപ്പെട്ട ആളുകൾക്ക് കുഞ്ഞത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പറയും കുഞ്ഞുട്ടി എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് മുഹമ്മദാണ് വേറെ ആൾക്കാർ വരും, അല്ല അഹമ്മദാണ് വേറെ ആൾക്കാർ വരും, അല്ല പോക്കരാന്ന് വേറെ ആൾക്കാർ പറയും. കാരണം അവൻ്റെ പേരാർക്കും അറിയില്ല. ഇതേപോലെ ആ റാവിമാരുടെ വിഷയത്തിലുണ്ടാവും. അതൊക്കെ
അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായ കാര്യം പോലും മുഹദ്ദിസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഹാറൂൺ റഷീദിന്റെ കാലഘട്ടത്തിൽ ഒരു സിന്ദീഖ് എന്ന മതനിഷേധി, ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ നമ്മളെ ചങ്ങായിക്കുണ്ടല്ലോ, ഈ ഇസ്ലാമിനെതിരെ ശബ്ദിക്കുന്ന, ഇസ്ലാമിന്റെ പേരിൽ തന്നെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സിന്ദീഖിനെ കൊണ്ടുവന്നു ഇമാം ഹാറൂൺ റഷീദിന്റെ കാലഘട്ടം. ആള് ഈ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ള ഹദീസ് ഉണ്ടാക്കുന്ന ആളാണ്. ആൾ പിടിച്ചു. കള്ള ഹദീസ് ഉണ്ടാക്കുന്ന ആൾ ക്രിമിനൽ കുറ്റമാണ് ഇസ്ലാമിക രാജ്യത്ത്. കാരണം ദീൻ വിളിക്കാൻ ശ്രമിക്കരുത്. അയാൾ പിടിച്ചു കൊണ്ടുവന്നിട്ട് അയാൾ പറയാണ്, ഞാൻ 4000-ഓളം ഹദീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 4000-ഓളം ഹദീസുകളിൽ ഞാൻ പലതിനെ ഹലാലിനെ ഹറാമാക്കിയിട്ടുണ്ട്, ഹറാമിനെ ഹലാലാക്കിയിട്ടുണ്ട്. ഇസ്ലാമിലുള്ള പല ഹലാലിനെയും ഞാൻ ഹറാമാക്കിയിട്ടുണ്ട്, ഹറാമിനെ പലതും ഞാൻ ഹലാലാക്കിയിട്ടുണ്ട്. 4000-ഓളം ഹദീസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഹാറൂൺ റഷീദ് ഇങ്ങനെ ഞെട്ടി വർക്കല്ലേ ചെയ്ത്, പുച്ഛം. أين أنت يا زنديق؟ ألا زنديق ألا مدنشيدي من عبد الله مبارك وأبي إسحاق الفراري ينخلعانها فيخرجانها حرفا حرفا. جب 4000-4000 ഉണ്ടാക്കിക്കോ. ഇവിടെ അബ്ദുല്ലാഹി മുബാറക് ഉണ്ട്, അബൂ ഇസ്ഹാഖ് അൽ ഫറാരി ഉണ്ട്. ഈ 2 പണ്ഡിതന്മാരും മാത്രം മതി ഈ ഉണ്ടാക്കിയ 4000 ഹദീസുകൾ ഹർഫായിട്ട് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് അത് മുഴുവനും കളവാണെന്ന് സ്ഥാപിക്കാൻ ഈ 2 പണ്ഡിതന്മാർ മാത്രം മതി. എന്നിട്ട് ആലോചിച്ചു, അതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. എത്ര കള്ളന്മാർ എന്ത് കളവുണ്ട്, അത് ഹദീസിന്റെ വിഷയത്തിലും ബാധകമാണ്. അതുകൊണ്ടാണ് കള്ള ഹദീസുകൾ ഉണ്ടാക്കാൻ ഒരാൾക്കും കഴിയൂല. മുമ്പോട്ടെ കള്ള മുടി കൊണ്ടതിനോട് ചെലവായ ഇല്ലല്ലോ. റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു ചെറിയ മുടി കഷ്ണം പോലെ ഈ ഉമ്മത്തിൽ ചെലവാവൂല. അത്രയും സംരക്ഷണം ഉമ്മത്തിനുണ്ട്. അതല്ലേ കള്ള ഹദീസ്. നബിന്റെ പേരിൽ ഒരു കള്ള മുടി പോലും ഒരാൾക്ക് കൊണ്ടുവരാൻ കഴിയാത്ത വിധം അള്ളാഹ് ഈ ഉമ്മത്തിനെ അതുകൊണ്ടാണ് ഇമാം ദാറഖുത്നി അദ്ദേഹം ബഗ്ദാദുകാരോട് പറയാണ്, ബഗ്ദാദ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലമാണ്, ഹദീസ് അടിക്കുന്ന സ്ഥലം. യാ അഹ്ല ബഗ്ദാദ് ലാ തظنوا ان احد يقدر على يكذب على رسول الله صلى الله عليه وسلم وانا حي. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആർക്കെങ്കിലും കളവ് പറയാമെന്ന പൂതി ഉണ്ടെങ്കിൽ ആ പൂതിയുടെ മനസ്സ് വെച്ചാൽ നടക്കൂല. അതാണ് ഈ ഉമ്മത്തിന്റെ പണ്ഡിതന്മാർ, ഓരോ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഹദീസ് കേൾക്കുമ്പോൾ പണ്ഡിതന്മാർ പറയും, ഇന്നലെ ഹദീസ് റസൂലുള്ളാഹി നൂറന്ന. റസൂലുള്ളാഹിന്റെ ഹദീസ് നമ്മൾ റസൂലുള്ളാഹിന്റെ ഹദീസ് കേട്ടാൽ നമുക്ക് തിരിച്ചറിഞ്ഞൊന്നുമില്ല, കാരണം നമ്മളതിട്ട് അധികം ബന്ധമില്ല. പക്ഷെ മുഹദ്ദിസീങ്ങൾക്ക് ഒരു ഹദീസ് കേട്ടാൽ തന്നെ അതിന്റെ സനദൊന്നും നോക്കണ്ട, അത് കളവാണോ എന്നുള്ള കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഓർക്കത്ത് എന്നും റസൂൽ. ഇപ്പൊ നമ്മളൊരാളായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ആളാണ്. ആ ബന്ധപ്പെടുന്ന ആളെ ശബ്ദം പുറത്ത് നമ്മൾ ആളെ കെട്ടി നമുക്കറിയില്ല, ഇതിന്റെ വാപ്പാന്റെ ഒച്ചട്ടോ ഉമ്മാന്റെ ഒച്ച. പുറത്തുനിന്നൊരാള് ബാപ്പ മോനെ വിളിച്ചാൽ ആ മോനെ വേഗം മനസ്സിലാവും, ബാപ്പാനെ കണ്ടിട്ടില്ലെങ്കിലും ഒച്ച മനസ്സിലാവില്ലേ? കണ്ടിട്ടുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? ആ ബാപ്പനായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. അതേപോലെ ഹദീസുമായിട്ടുള്ള ബന്ധം കൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസ് ഒരു ഹദീസിൽ കേട്ടാൽ തന്നെ മുഹദ്ദിസീങ്ങൾക്ക് മനസ്സിലാവും ഇത് റസൂലുള്ളാഹിന്റെ. അത് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കില്ല, അത് പരിശോധിക്കുക. അത്രയും സൂക്ഷ്മം ഒരു ഹദീസിന് തന്നെ എത്ര കാലത്തിട്ട് പരിശോധിക്കുക. നമ്മൾക്കിപ്പോൾ എന്താ വെച്ചാൽ ഇന്നിപ്പം നെറ്റിനെ അടിച്ചു നോക്കിയാൽ ഹദീസ് സഹീഹ് ലൈഫാണ് പറഞ്ഞുകൊണ്ട് കിട്ടും. പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കണം. ഇന്ന് മക്തബ് ശാമിൽ എന്നുള്ള ആപ്പുകളൊക്കെ ഉണ്ട്, 10,000-കണക്കിന് കിതാബുകളുണ്ട്. ഇപ്പം നമുക്ക് ഇന്നൊരു കാര്യം സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്, ഒരു പ്രയാസമില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരു കിതാബ് ഒരു പണ്ഡിതൻ എഴുതി കഴിഞ്ഞാൽ ആ കിതാബ് വളരെ പരിമിതമായ കോപ്പി ഉണ്ടാവുള്ളൂ. ഇന്നതുപോലെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ പരിമിതമായ കോപ്പിയിൽ അടിച്ച് അത് കുറച്ച് സ്ഥലത്തേക്ക് എത്തുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ അറിയാം, ഇന്ത്യയിൽ ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന സഹീഹുൽ ബുഖാരിയുടെ വിഖ്യാതമായ ശർഹുണ്ട് ഫത്ഹുൽ ബാരി. ഇപ്പൊ നമ്മളെ എല്ലാ പള്ളിക്കലും ഇതുണ്ടാവും. പക്ഷെ ഇന്ത്യയിൽ അത് ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞ കോപ്പി ഉണ്ടായിരുന്നില്ല. നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹം ഭോപ്പാലിലെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഭാര്യ അവിടുത്തെ ഭോപ്പാലിലെ രാജ്ഞിയായിരുന്നു ബീഗം. അവരുടെ ചെലവിൽ സിദ്ദീഖ് ഹസൻ ഖാനാണ് ഇന്ത്യയിൽ ആദ്യമായി കൊണ്ട് ഫത്ഹുൽ ബാരി അടിച്ചത്. മനസ്സിലായില്ലേ? ഈ അടുത്ത കാലത്ത്. അന്നൊക്കെ ഈ ഗ്രന്ഥങ്ങൾ വളരെ കുറവായിരുന്നു. ആ കാലഘട്ടത്തിലാണ് മുഹദ്ദിഥീങ്ങൾ ഈ യാത്ര നടത്തുകയും എന്നിട്ട് ഈ ആളുകളെ സംബന്ധിച്ച് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഹദീസിനെ സംബന്ധിച്ച് തന്നെ ഒരു പഠിക്കണമെങ്കിൽ ആദ്യം ഒരു നോക്കുന്നത് വെച്ചാൽ റസൂലുള്ളാഹിന്റെ ഹദീസ് ഏത് ഹദീസിന് സനദുണ്ടോ നോക്കും. സനദില്ലാത്ത ഒറ്റ തട്ടാണ്. സനദ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ അഹമ്മദ് ഉണ്ടാവും, ഒരു ജാബിർ ഉണ്ടാവും. അഹമ്മദ് ജാബിറിനെ ഉദ്ധരിച്ചതെങ്കിൽ ഈ അഹമ്മദിനെ ആദ്യം നോക്കുന്ന വെച്ചാൽ ഈ അഹമ്മദ് സിഖത്താണെന്ന് നോക്കും, സത്യസന്ധനാണെന്ന് നോക്കും. സത്യസന്ധം പറഞ്ഞാൽ ദീത്ത് കളവ് പറയാൻ പാടില്ല. ഇസ്ലാമിന്റെ ഷിആറുകൾ, ഇസ്ലാമിന്റെ പിന്നെ ഷിആറുകൾ പാലിക്കുന്നവനായിരിക്കണം. ഈ ഷിആറുകളിൽ നിന്നൊരു കോംപ്രമൈസും പാടില്ല. അതിന്റെ വരുമാനം ഹലാലായിരിക്കണം. ആളുകൾക്ക് തമാശയിൽ പോലും കളവ് പറയുന്ന ആളാകാൻ പാടില്ല. തമാശയിൽ പോലും കളവ് പറയുന്ന ആളാകാൻ പാടില്ല. ഖിലാഫുൽ മുറുഅത്ത് പോലും ഉണ്ടാകാൻ പാടില്ല. ഖിലാഫുൽ മുറുഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റിക്ക് വിരുദ്ധമായ കാര്യം. പേഴ്സണാലിറ്റിക്ക് വിരുദ്ധമായ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഇസ്ലാമിൽ ഹറാമൊന്നുമല്ല, ഇസ്ലാമിൽ ഹറാമായ ഒരു കാര്യമൊന്നുമില്ല കാരണം. പക്ഷേ അത് കണ്ടാൽ ആള് കഥ എന്ന് പറയുന്നു. ഇപ്പോൾ പിന്നെ എന്താ പറയാ, പിന്നെ അങ്ങാടി കൂടെ ഇങ്ങനെ ICP എടുക്കുക. ഇപ്പം അങ്ങാടി പറഞ്ഞത് ഹറാമ കാര്യമൊന്നുമില്ല. പക്ഷെ ഓനെ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ പണ്ഡിതന്മാര് അത് ഖിലാഫുൽ മുറുഅത്തിൽ ഉൾപ്പെടുത്തി. മനസ്സിലായില്ലേ? ഐസ് പങ്ങാടി പിന്നെ ഒരു പരിപാടി സെറ്റ് EBH അള്ളാന്റെ അടുത്ത് കുറ്റം കൊട്ടൊന്നുമില്ല. പക്ഷെ ഓനെ ഹദീസ് സ്വീകരിക്കാൻ തീരില്ല, പറ്റില്ല. അത്രയും സൂക്ഷ്മത പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. ഒരു ഹറാമായ മുതൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറയാണ്, ഇമാം ബുഖാരി പറയാണ്, ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു എന്നെ ഹിസാബ് ചെയ്യുമെന്ന് എനിക്ക് പേടില്ല. ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു എന്നെ വിചാരണ ചെയ്യുമെന്ന് എനിക്ക് പേടില്ല. നമുക്കൊരു മണിക്കൂറിന് ഗ്യാരണ്ടി അറിയാൻ പറ്റുമോ? 60 വർഷക്കാലം അതിലധികം ജീവിച്ച മനുഷ്യനാണ് ഇമാം ബുഖാരി. എത്ര ആളുകളെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു മണിക്കൂറിന് നമ്മൾ തോള പൂട്ടിയ കണ്ടില്ല. ഗീബത്ത്. അതാണ് സൂക്ഷ്മത എന്ന് പറയുന്നത്. അങ്ങനത്തെ ആളുകളാണ് എന്ത് ബുഖാരി, എന്ത് സഹീഹ് ബുഖാരി എന്നൊക്കെ കുറിച്ച് ജാഹിലിങ്ങൾ പറയാനുണ്ടെന്നാണ്. ഓന് ബുഖാരി അറിയില്ല, ഓരോ ഒലക്കമണ്ണൊക്കെ അറിയില്ല, ഓന് ദീനെന്നെ അറിയില്ല. ഹദീസിൽ തട്ടുന്നവനൊക്കെ മുഹദ്ദിഥീങ്ങൾ വല്ല പിന്നെ മഹത്വം മനസ്സിലായിട്ടുണ്ടോ? ഇമാം ബുഖാരി 16 വർഷക്കാലം എടുത്തിട്ടാണ് സഹീഹ് ബുഖാരി രചിച്ചത്. 16 വർഷക്കാലം ആ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ട് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗളയിൽ ഇരുന്നിട്ടാണ് ഓരോ അധ്യായം ഇമാം ബുഖാരി എത്തിച്ചേർത്ത്, ഓരോ അധ്യായം എത്തിച്ചേർത്ത്. ഒരു ഹദീസ് സഹീഹ് ബുഖാരി വെക്കുമ്പോൾ 2 റക്അത്ത് ഇസ്തിഖാറ നിസ്കരിക്കും. നമ്മളൊക്കെ ജീവിതത്തിൽ 2 റക്അത്ത് ഇസ്തിഖാറ നിസ്കരിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ 2 റക്അത്ത് ഇസ്തിഖാറ നിസ്കരിച്ചിട്ടുണ്ട്. ഇസ്തിഖാറത്തിന് പറഞ്ഞാൽ ഒരു കാര്യം ഖൈറാണോ ഷർറാണോ എന്ന് പടച്ചവനോട് തീർന്ന നിസ്കാരം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 6000 ചില്ലാനും ഹദീസുകൾ സഹീഹ് ബുഖാരിയിലുണ്ട്. 6000 ചില്ലാനും ഹദീസുകൾ വെക്കുമ്പോഴും ഈ 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട്. പ്ലസ് ഈ ഹദീസുകൾക്കൊക്കെ ഇമാം ബുഖാരി അധ്യായം കൊടുത്തിട്ടുണ്ട്, ബാബ് കൊടുത്തിട്ടുണ്ട്. ഓരോ അധ്യായം എഴുതുമ്പോഴും ഇമാം ബുഖാരി റൗളയിൽ വെച്ചുകൊണ്ട് 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഇസ്തിഖാറത്ത് നിസ്കാരം എന്താന്ന് പോലും അറിയാത്ത ചില ആൾക്കാരാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് എന്ത് ബുഖാരി അല്ല, ബുഖാരി പറഞ്ഞാലും ഖുർആനെതിരാണെങ്കിൽ തട്ടുന്നു. അവന് ഖുർആനും തിരിഞ്ഞിട്ടില്ല, ബുഖാരി തിരിഞ്ഞിട്ടില്ല. ഈ മുഹദ്ദിഥീങ്ങൾക്കൊക്കെ നമ്മൾ ചില ആളുകൾ മനസ്സിലാക്കുന്ന വെച്ചാൽ മുഹദ്ദിഥീങ്ങൾക്കൊക്കെ ഒരു ഹദീസ് മാത്രം നോക്കിയിരുന്ന് ഖുർആൻ തന്നെ വായിക്കലില്ല, ഖുർആൻ തന്നെ തിരിയാത്തവരാണ് ഈ മുഹദ്ദിഥീങ്ങൾ എന്ന ചില ആളുകളെ പ്രസംഗം കേട്ടാൽ തോന്നുക. കാരണം ഖുർആനെതിരെ ഹദീസ് ബുഖാരിയിൽ തന്നെ തട്ടുന്നു. ഇമാം ബുഖാരി ഖുർആൻ തിരിഞ്ഞില്ലേ? ഇമാം ബുഖാരി മുഹദ്ദിഥുകൾക്ക് ആദ്യം ഖുർആനെ പഠിച്ച് മാത്രമല്ല ഇമാം ബുഖാരി മുഫസ്സിറാണ്. സഹീഹ് ബുഖാരിയിൽ തഫ്സീറിന് അധ്യായമുണ്ട്. പേമറെന്ന് വെച്ചാൽ ഇവിടെ അഹ്മദ് ജാബിർ ഉണ്ടെങ്കിൽ അഹ്മദ് സിഖത്താണ് നോക്കും, സത്യസന്ധനാണ്, ടിക്കൊന്ന്. പിന്നെ നോക്കെന്ന് വെച്ചാൽ ഈ അഹമ്മദ് ഈ ജാബിറിനെ കണ്ടിട്ടോ നോക്കും.
ഒരേ കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലവും ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലവും നോക്കും. രണ്ടാമത് പരസ്പരം സാധ്യത ഉണ്ട്. ഇനി പരസ്പരം കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തും. ഇനി ഇയാൾ ഉദ്ധരിച്ച ഈ ഹദീസ് ഇദ്ദേഹത്തിന് കേട്ടിട്ടുണ്ടോ എന്നുള്ളത് അടുത്ത് നോക്കും. അതൊക്കെ എങ്ങനെ നോക്കാന്ന് വെച്ചാൽ അതൊക്കെ മാർഗങ്ങളുണ്ട്. അതൊക്കെ സൂക്ഷ്മമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു ഹദീസ് പോലും ഒരു ഉസ്താദിൽ നിന്ന് കേൾക്കാത്ത ഉദ്ധരിച്ചാൽ അത് കണ്ടെത്താനുള്ള മാർഗം ഹദീസിന്റെ മുഹദ്ദിസുകളുടെ കൈവശം. അത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ പരസ്പരം സിഖത്താ നോക്കും. പിന്നെ ഈ രണ്ടാളുകൾക്കിടയിൽ ആരെങ്കിലും മുറിഞ്ഞു പോയിട്ടുണ്ടോ നോക്കും. ഇത്തിസാല് സനദ് അതില്ലെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഈ രണ്ടാൾ ഉദ്ധരിച്ച് മൊത്തം സനദ് വേറെ സനദുകൾക്ക് എതിരാണോ നോക്കും. ഖുർആനെതിരാണെന്ന് പോയിട്ട് മറ്റു ഇവരെക്കാൾ പ്രഗത്ഭന്മാരായ ആളുകൾ ഉദ്ധരിച്ച ഹദീസുകൾക്ക് എതിരാണെങ്കിൽ പോലും ഈ ഹെബ്രുടെ ഹദീസ് സ്വീകരിക്കൂല. മനസ്സിലായില്ല? അത്രയും സൂക്ഷ്മമായ ഒരു നിലക്കും ഒരു കളങ്കവും ഇല്ലാത്ത രൂപത്തിലുള്ള ഹദീസുകളാണ് മുഹദ്ദിസുകൾ. ഒരു ഹദീസ് സ്വഹീഹായി കിട്ടാന്ന് പറഞ്ഞാൽ 5 സൂക്ഷ്മമായ പരിശോധനകളിലൂടെ കടന്നു വന്നതിന് ശേഷം മാത്രമേ ഒരു ഹദീസിനെ സംബന്ധിച്ച് മുഹദ്ദിസ് സ്വഹീഹുൻ എന്ന് പറയുള്ളൂ. അല്ലാത്തിനെ പറ്റി പറയില്ല. അങ്ങനെ സ്വഹീഹുൻ എന്ന് ഏതെങ്കിലും മുഹദ്ദിസ്, പ്രത്യേകിച്ചും തസാഹുലൊന്നുമില്ലാത്ത ഇമാം ബുഖാരിയെ പോലെ മുസ്ലിമിനെ പോലെയുള്ള ഇമാം നസയിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞാൽ അത് പിന്നെ സ്വഹീഹാണ്. അതിന് പിന്നെ നമ്മളിഞ്ഞ് അതിൽ വേറെ അത് ബുദ്ധിക്കെതിരാണോ അല്ലെങ്കിൽ വേറെ എന്തിനെതിരാണോ എന്നൊന്നും നോക്കാൻ നമുക്ക് അധികാരമില്ല. വളരെയധികം നിറഞ്ഞത് വിശാലമായി പറഞ്ഞ സംഗതിയാണ്. അപ്പം അതിൻ്റെ ടെക്സ്റ്റ് തന്നെ പണ്ഡിതന്മാർ നോക്കും. അതുപോലെ തന്നെ അതിൻ്റെ സനദ് നോക്കും. ഈ ഹദീസ് ചില കള്ളന്മാരുണ്ട്. ഓരെന്താ വെച്ചാൽ ഓർക്ക് പറ്റൊരു മത്തിനുണ്ടാവും. മത്തിനെന്ന ഹദീസിന്റെ ടെക്സ്റ്റാണ്. ആ ടെക്സ്റ്റ് നല്ല തങ്കമറ്റ പുതിയ ആളുകൾക്കിടയിൽ എന്താ വെച്ചാൽ പ്രസിദ്ധമായതും അതുപോലെ തന്നെ ആളുകൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ആയിരിക്കും. പക്ഷെ റസൂൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ റസൂൽ പറഞ്ഞെന്ന് വരുത്തി തീർക്കാൻ എന്താ വെച്ചാൽ നല്ല മുന്തിയ ഒരു സനദ് എടുത്തിട്ട് ഇതിന്റെ മുമ്പിലാണ് കൊണ്ടു നിൽക്കും. ആൾമാറാട്ടം നടത്തുക. അത് ഹദീസുകൾ പിടിക്കുന്ന ഹദീസ് മഖ്ലൂബ് എന്ന് പറഞ്ഞു സനദും മത്തിനും വേർതിരിച്ചത്, മാറ്റിമറിച്ചത്. അതൊക്കെ എങ്ങനെ കള്ളന്മാർ ഈ ഹദീസിന്റെ രംഗത്തേക്ക് കടത്തിക്കൂട്ടാൻ ശ്രമിച്ചാലും അതൊക്കെ എത്രത്തോളം ചോദിച്ചാൽ ഒരു റാവി റിപ്പോർട്ടർ അയാളുടെ വക എന്തെങ്കിലും ഒരു ഹദീസ്, ഒരു വാചകം ഹദീസിലേക്ക് കടത്തിക്കൂട്ടിയാൽ വരെ അത് കണ്ടെത്താതാണ് ഹദീസ് മുദറജ് കടത്തിക്കൂട്ടപ്പെട്ട ഹദീസ്. റാവി ഹദീസ് റസൂൽ പറഞ്ഞതിന്റെ ഇടക്ക് അദ്ദേഹത്തിന്റെ ഒരു വാചകം പോലും കടന്നുകൂടിയാൽ പോലും അത് കണ്ടെത്താനുള്ള മാർഗങ്ങളുണ്ട്. ഒരു പുള്ളി മാറിയാൽ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഒരു പുള്ളി മാറിയാൽ പോലും ഒരു യാ ഭാഗ, പണ്ട് യാ ഭാഗം എന്ന് വെച്ചാൽ പണിയില്ല. കാരണം കൈകൊണ്ടാണ് ഇത്, കൈകൊണ്ട് എഴുതുമ്പോൾ ഒരു പുള്ളി 2 പുള്ളിയാകാൻ പണിയൊന്നുമില്ല. പക്ഷെ അതുപോലും സൂക്ഷ്മമായി കണ്ടെത്താനുള്ള മാർഗം റസൂലുള്ളാഹിന്റെ പേരിൽ കള്ള ഹദീസുകളുടെ പേരിൽ മാത്രം പണ്ഡിതന്മാർ കിതാബ് എത്തിയിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ജൗസി മൗദൂആത്തുകൾ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ആ വിഷയത്തിലുണ്ട്. പിന്നെ ഈ ഹദീസിനൊക്കെ ഒരു സഹീഹ് എന്നൊരു പണ്ഡിതൻ പറഞ്ഞാലും അതിന് വീണ്ടും പണ്ഡിതന്മാർ നിരൂപണം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നിരൂപണം ചെയ്തതിന് ശേഷമാണ് സഹീഹ് ബുഖാരിയിലേക്കുള്ള ഹദീസുകൾ മൊത്തം സഹീഹാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. അല്ല ഇമാം ബുഖാരി കൊണ്ട് പറഞ്ഞുകൊണ്ട് സഹീഹ്. ഇമാം ബുഖാരി കിതാബ് രചിച്ചിട്ട് അതിൻ്റെ ആ കാലഘട്ടത്തിലുള്ള മഹാപണ്ഡിതന്മാരായ യഹ്യ ഇബ്നു മഈനെ പോലെയുള്ള അതുപോലെ തന്നെ അലി ഇബ്നു മദീനെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് കാണിച്ച് അവർക്ക് ഉറപ്പ്, ഇമാം അഹ്മദിനെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് കാണിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് ഹദീസിന്റെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷമാണ് പണ്ഡിതന്മാർ ഹദീസ് എന്ന് പറയുന്നത്. ഇനി നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് വെച്ചാൽ ഹദീസിന്റെ അത്ര സൂക്ഷ്മമായി പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ഒരു പ്രൊഡക്റ്റും ലോകത്ത് അള്ളാഹുവിന്റെ ഭൂമിക്ക് മുകളിൽ ഇന്ന് ഖുർആനും സുന്നത്തല്ലാതെ വേറല്ല. അതുകൊണ്ട് അതിൽ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാം. നമ്മളിപ്പോ ഒരു ബ്ലഡ് ടെസ്റ്റിന് കൊടുത്താൽ അതിപ്പോ ഒരു മെഷീൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറി ഒന്ന് പിന്നെ ലാബ് ടെക്നീഷ്യൻ പറഞ്ഞതാണ് ഷുഗർ ഉണ്ട്, ഷുഗർ ഉണ്ട്. നമുക്കാർക്കും സംശയം ഉണ്ടാവും. ഒരു പ്രഷർ ഉണ്ട് എന്നാണ് പ്രഷർ ഉണ്ട്, ഒരു ഷുഗർ ഇല്ല പറഞ്ഞാൽ ഷുഗർ ഇല്ല. ഇത് നമ്മുടെ നിത്യജീവിതമായി. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ 10 മടങ്ങ് ഇരട്ടി നമുക്ക് വിശ്വസിക്കാവുന്ന റിപ്പോർട്ടാണ് ഈ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള ഹദീസുകൾ എന്ന് പറഞ്ഞാൽ. അതൊക്കെ പരിശോധിക്കാൻ ലോകത്ത് അള്ളാഹു നിയോഗിച്ച മഹാപണ്ഡിതന്മാർ പരിശോധിച്ച് ഉറപ്പുവരുത്തി ക്ലിയറൻസ് സഹീഹുന്ന് സർട്ടിഫിക്കറ്റ്. പിന്നെ നമ്മളെ നാട്ടിൽ അഫ്ദലുമ പാസ്സാകാത്ത അല്ലെങ്കിൽ മഴയപ്പോൾ കാരിക്കാ സ്ഥലമില്ലാണ്ട് അറബി കോളേജിൻ്റെ വക്കത്ത് മിനാറുഹുദിൻ്റെ വക്കത്ത് കയറുന്ന കണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ നിന്ന് കുടയും ചൂടി നടന്നു പോയോന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പം
ഈ സഹീഹ് ബുഖാരിൻ്റെ ഹദീസ് എന്ത് ബുഖാരി, അതൊക്കെ ഷാദാണ്, മുത്തറബാണ്, മറ്റതാന്ന് പറഞ്ഞിട്ട് നിഷേധിക്കുക. അതൊന്നും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ നമ്മളെക്കാളൊക്കെ വിവരവും വിജ്ഞാനവും അതുപോലെ തന്നെ പിന്നെ ഈമാനും ഒക്കെ ഉള്ള ആളുകൾ എല്ലാം പരിശോധിച്ച് വളരെ വ്യക്തമായി നമുക്ക് കൃത്യമായി കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാർ ആ വിഷയത്തിലൊക്കെ സഹിച്ചിട്ട് ത്യാഗങ്ങൾ, അവരുടെ ഗ്രന്ഥങ്ങൾ വലിയ വലിയ ലൈബ്രറിയിലൊക്കെ പോയി ഒക്കെ കാണാം. എത്ര വാള്യം, 10, 20, 30 വാള്യങ്ങളുള്ള കിതാബുകൾ അവർ ഈ ജീവിതത്തിൽ ഈ ഹദീസിനെ സേവിക്കാൻ വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചു. വിവാഹം പോലും കഴിക്കാൻ മറന്നുപോയി ഇമാം ബുഖാരി പോലുള്ള ആലോചിച്ചു. കാരണം അവർ സ്വന്തം ജീവിതം പോലും ഈ ദീനിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ട് സ്വന്തം വ്യക്തി ജീവിതം പോലും മറന്നുപോയി. ഇമാം നവവിയെ പോലെയുള്ള 40-45 വർഷത്തിൽ ജീവിച്ചിട്ടോ ഇമാം നവവിയൊക്കെ. പക്ഷെ അദ്ദേഹത്തെ എഴുതി വെച്ച കിതാബ് നമ്മൾ ജീവിതകാലം ഉയർന്നു വായിച്ചാൽ തീരില്ല. ആലോചിച്ചു. അത്രയും സേവനങ്ങൾ മഹാരന്മാർ പണ്ഡിതന്മാർ ഈ അപ്പോൾ ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചില ആൾക്കാർ മനസ്സിലാക്കിയതുപോലെ അതൊരു മനോരമ പേപ്പറോ അല്ലെങ്കിൽ മാധ്യമമോ അല്ലെങ്കിൽ മാതൃഭൂമി പോലുള്ള അങ്ങനെ കിട്ടുന്നതൊക്കെ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് ഇങ്ങനെ വരിക, ഇന്നലെ നാളെ തിരുത്തുക, അങ്ങനെയല്ല. വളരെ വലിയ അധ്വാനവും വളരെ വലിയ മെഹനത്തുകളും ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ചുരുങ്ങിയെന്ന് വെച്ചാൽ ആ പണ്ഡിതന്മാരെ ബഹുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ പണ്ഡിതന്മാരെ അപമാനിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഒരു ഹദീസ് കിട്ടി, ഇത് ബുഖാരി എന്ന് പറയാം. ഇമാം ബുഖാരി ആരാണ്? ലോകത്ത് പിന്നെ ഷെയ്ഖ് അൽബാനി വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. സഹീഹ് ബുഖാരിയും മുസ്ലിമും അല്ലാത്ത ഹദീസുകൾ മുഹദ്ദിസുകൾ ഉദ്ധരിച്ചാൽ പോലും അത് മസ്ജിദുൻ നബിയുടെ മിമ്പറിൽ വെച്ചുകൊണ്ടാണെങ്കിലും ആ ഖതീബ് ഒരു ഹദീസ് പറഞ്ഞാൽ റവാഹു അഹ്മദ് സഹഹുൽ അൽബാനി എന്ന് പറയും. ഇമാം അഹ്മദ് ഉദ്ധരിച്ചതാണ്, പക്ഷെ അത് അൽബാനി സഹീഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും മഹാപണ്ഡിതനാണ് ഷെയ്ഖ് അൽബാനി. അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിരുന്നു പിന്നെ അബ്ദുസ്സമദ് ഖാത്തിബിൻ്റെ മരുമകനുണ്ടായിരുന്നു, പേര് കിട്ടുന്നില്ല. അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റി പഠിച്ചു. ഷെയ്ഖ് അൽബാനി മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഉമർ ഫുല്ലാത്ത അദ്ദേഹം അൽബാനിയുടെ അയൽവാസിയായിരുന്നു. ഉമർ ഫുല്ലാത്ത അദ്ദേഹം പറയാണ്, ഞാൻ ഷെയ്ഖ് അൽബാനിൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഇടയ്ക്ക് പോകാറുണ്ട്. എപ്പോൾ പോകുമ്പോഴും കുറേ കിതാബ് തുറന്നു വെച്ചിട്ടുണ്ടാവും. അൽബാനി എന്താണോ ഞാൻ ആവശ്യം അത് സംസാരിക്കും. അത് കഴിഞ്ഞ് ഒപ്പരം പോകും, അധികം സംസാരിക്കും. പിന്നെ കിതാബ്. അത്രയും വലിയ വേറെ നമുക്കെന്താ വേണ്ടി ഒരു മിനിറ്റ് കിട്ടിയാൽ തുറക്കുക, തോണ്ട്, വെള്ളം കാണാത്ത തോണ്ടൽ നാട്ടപ്പാതിൽ തോണ്ട്. ആലോചിച്ചു. കിതാബുമായിട്ട് ജീവിച്ച് ആ പണ്ഡിതന്മാർക്കൊക്കെ അവർക്കൊക്കെ ആധാറുകളുള്ളൂടെ. ഓര് മരിച്ചിട്ടും ഓരോ പേര് ഇവിടെ മരിച്ചിട്ടില്ല. അവരുടെ പേര് കേൾക്കുമ്പോൾ റഹിമഹുല്ലാഹ്, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിന്റെ പേര് കേൾക്കുമ്പോൾ റഹിമഹുല്ലാഹ്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാർ പ്രാർത്ഥിക്കാം. മസ്ജിദുൻ നബിയുടെ ഹറമിന്റെ മിമ്പറിൽ വെച്ച് പോലും ഒരു ഹദീസ് കേട്ടാൽ സഹഹുൽ അൽബാനി, അൽബാനി അത് സഹിഹ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ ഹദീസിന് ആര് ഖിദ്മത്ത് ചെയ്തോ ഓനെ ലോകം ഓർക്കും. ആ റസൂലുള്ളാഹിന്റെ ഹദീസിനെ ആര് അവമതിച്ചോ അവൻ ലോകത്ത് ഇന്ന ശാനിയക ഹുവൽ അബ്തർ, നബിയെ നിങ്ങൾ അധിക്ഷേപിച്ചവൻ അവൻ വാലറ്റവനാണ്, വാല് മുറിഞ്ഞവനാണ്. അബൂലഹബിനെ പറ്റി പറഞ്ഞു, അബൂജഹലിനെ പറ്റി. റസൂലുള്ളാഹിക്ക് ആൺമക്കളില്ലാത്തപ്പം എന്നെ ആക്ഷേപിച്ചല്ലോ. ഇത് നബിന്റെ കാലം കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്ന ശാനിയക ഹുവൽ, അപ്പൊ റസൂലുള്ളാഹിനെ ആക്ഷേപിക്കലാണ് ഹദീസിനെ ആക്ഷേപിക്കുക. അതുകൊണ്ട് സഹാബത്തിനെ ആക്ഷേപിച്ചവരെ പറ്റി അള്ളാഹ് പറഞ്ഞത് അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രവാചകന്റെ ഹദീസുകൾ ഈ ഉമ്മത്തിൻ്റെ തുറാസ, ഒരു അഭിമാന സ്തംഭമാണ് റസൂലുള്ളാഹിന്റെ ഹദീസ് എന്ന് പറയുന്നത്. ലോകത്തൊരു ഉമ്മത്തിനുമില്ലാത്ത ശരിക്കും ഹദീസുകൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. ഇന്നിപ്പോൾ എന്താവസ്ഥ? ഹദീസുകൾ ചവിട്ടി മെതിച്ച് എങ്ങനെയാണോ ഓറിയന്റലിസ്റ്റുകളും ചേകനൂരികളും എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളെ ആൾക്കാർ നിർവഹിച്ചു കൊടുക്കുക. ഒരു ബഹുമാനം ഹദീസിനോടുള്ള. പണ്ടൊക്കെ മുജാഹിദീങ്ങൾക്ക് ഹദീസിനോടൊക്കെ ബഹുമാനുണ്ട്. അപ്പം അതൊക്കെ പോയി ചില ആൾക്കാരെ പ്രസംഗവും ചില ആൾക്കാരെ എഴുത്തും ലേഖനവും കാരണം അതെല്ലാം താഴോട്ട്. എന്ത് ഖുറാൻ മതി, ഖുറാൻ. ഈ ഖുറാൻ എവിടെ നിന്ന് കിട്ടിയാൽ എനിക്ക്? നീ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുറാൻ എവിടെ നിന്ന് കിട്ടിയാൽ?
അത് റസൂലുള്ളാഹിന് കിട്ടിയല്ല. ആ റസൂലിന് ആ ഖുർആൻ കിട്ടിയ അതേ കൈകളെടുത്തിട്ടാണ് ഹദീസ്. ഒരു കയ്യിൽ ഖുർആൻ, ഒരു കയ്യിൽ ഹദീസ് റസൂലുള്ളാഹിന്റെ സഹാബത്ത് തന്നെ. നമുക്ക് ഇത് മാത്രം മതി എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിലുള്ള പല കാര്യങ്ങളും ഹദീസിലില്ലേ. ഒന്നാമതിറങ്ങി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ 30ാമത്തെ ജുസിലാണുള്ളത്. അവസാനം ഇറങ്ങിയ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സൂറത്ത് ബഖറയിലാണുള്ളത്. അതങ്ങനെ ആദ്യം ഇറങ്ങിയത് അവസാനം ഇറങ്ങി ആദ്യം വന്ന് ഏത് ഖുർആനിലാണുള്ളത്? എങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ആദ്യം വന്ന് സൂറത്തുൻ നാസ് അവസാനം വന്ന്? അങ്ങനെ ഏത് ഖുർആനാണ് കിട്ടുക? സൂറത്തുൻ നാസാണ് അവസാന സൂറത്താന്നുള്ളത്. ഈ ഹദീസില്ലാതെ ഈ ഖുർആൻ പോലും സ്വീകരിക്കണമെങ്കിൽ റസൂലുള്ളാഹിന്റെ ഹദീസ് വേണം. അതുകൊണ്ട് സഹാബത്ത് രണ്ടും ഒന്നിച്ചു വന്നു. ഈ ഖുർആൻ സുന്നത്ത് വേർപിരിയില്ല. ഹൗദിന്റെ അടുക്കൽ വരുന്നവരെ ഇത് വേർപിരിക്കുന്നു. ഖുർആൻ ഇങ്ങനെ പോകും, ഒരിക്കലും വേർപിരിയാൻ പറ്റില്ല. അതിനെ വേർപിരിക്കുന്നവൻ ഇസ്ലാം എന്ന് പുറത്തു പോയവനാണ്. അതുകൊണ്ട് സഹോദരന്മാർ, ഇതിൻ്റെ ഗൗരവവും മഹത്വം നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ അവസാനിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും അതിനെ ആദരിക്കാനും ബഹുമാനിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാനിൽ കൂടുതൽ നന്മകൾ ചെയ്ത് അവൻ്റെ റയ്യാൻ എന്ന കവാടത്തിലൂടെ അവൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസികളായി പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ നന്മകളും അല്ലാഹു നമ്മൾ പൂർണ്ണമായി കബൂൽ ചെയ്യുമാറാവട്ടെ. കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖും ആരോഗ്യവും ഈമാനും ഇഹ്തിസാബും അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ ദോഷങ്ങളും തെറ്റുകുറ്റങ്ങളും രഹസ്യവും പരസ്യവുമായ തിന്മകളുമെല്ലാം ചെറുതും വലുതുമായ മുഴുവൻ അല്ലാഹു പുറത്തുനിന്ന് കറകളഞ്ഞ ഈമാനോടുകൂടി നരകമോചനം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. രോഗം മൂലം കഷ്ടപ്പെടുന്നവരുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ അല്ലാഹു അവർക്കെല്ലാം ശിഫ നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബങ്ങൾ അവർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുകയും അവരെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് ചെയ്യുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ സാദിഖ് ഉസ്താദാണ് ഇൻഷാ അല്ലാഹ്.